Hi friends, today we are going to discuss about the textile activities of the best investment I ever made. അല്ലെ TAJ ക്രോണിയുടെ നല്ല അടിപൊളിയായിട്ടുള്ള ഒരു അനക്ഡോട്ട് ആയിരുന്നു. അതിന്റെ ആക്ടിവിറ്റീസ് ആണ് നമ്മളൊന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ആക്ടിവിറ്റീസ് മാത്രമേ ഉള്ളൂ. ടെക്സ്റ്റ് ബുക്ക് അതുപോലെ ചാപ്റ്റർ നന്നായിട്ട് ചാപ്റ്റർ വായിച്ച ആളെ സംബന്ധിച്ചിടത്തോളം ആക്ടിവിറ്റീസ് ഒക്കെ വളരെ സിമ്പിൾ ആണ് കേട്ടോ. നോക്കാം. ഫസ്റ്റ് ആക്ടിവിറ്റി 1. How does the writer contrast the past and the present lives of Mr. John? അല്ലെ നമ്മൾ ഈ സ്റ്റോറിയിൽ നിങ്ങൾ കാണുന്നുണ്ടാവും ഈ ക്യാരക്ടറിന്റെ പാസ്റ്റും പറയുന്നുണ്ട് പ്രസന്റും. തുടക്കത്തിൽ നമ്മൾ പ്രസന്റിലാണ് കാണുന്നത് അല്ലെ. ആളുടെ വൈഫും നമ്മുടെ റൈറ്ററും ഒക്കെ ഷിപ്പിലുള്ള ഒരു യാത്രയും ആള് പരുങ്ങുന്നതും ആളുടെ ടെൻഷനും അതേപോലെ പോയി സംസാരിക്കുന്നതും ഇങ്ങനെയുള്ള ആൾ പ്രസന്റിൽ ചെയ്യുന്ന ജോബും എല്ലാം പ്രസന്റ് ആണ്. നേരെ ഓതറുടെ ഓർമ്മയിലോട്ട് തിരിച്ചു പോകുമ്പോൾ ആളുടെ പാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ പ്രസന്റിന്റെ പാസ്റ്റിന്റെ ഒരു കോൺട്രാസ്റ്റ് ആണ് നമ്മൾ ഇതിൽ കാണുന്നത് അല്ലെ. ഈ ഒരു ചാപ്റ്റർ കംപ്ലീറ്റ് നമ്മുടെ റൈറ്റർ എന്ത് ചെയ്തിട്ടുണ്ട്, പാസ്റ്റും പ്രസന്റും തമ്മിൽ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോൺട്രാസ്റ്റ് ആണ് നമുക്ക് കാണിച്ചിരുന്നത്. Then pick out the appropriate sentence and expressions from the story and complete the following table. അല്ലെ, അപ്പൊ ഇതൊക്കെ നമ്മൾ കാണുന്നുണ്ടല്ലോ. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ഈ ഒരു ടേബിൾ, ഇവിടെ ഒരു ടേബിൾ തന്നിട്ടുണ്ട് അല്ലെ, നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിൽ ടേബിൾ തന്നിട്ടുണ്ട്. അതൊന്ന് കംപ്ലീറ്റ് ചെയ്യണം. ടെക്സ്റ്റ് ബുക്കിൽ നിന്നുമുള്ള കറക്റ്റ് സെന്റൻസുകളൊക്കെ എടുത്തിട്ട്. ക്ലിയർ? നോക്കാം. പാസ്റ്റും പ്രസന്റും. ഇവിടെ ആദ്യം 2 എക്സാമ്പിൾ തന്നിട്ടുണ്ടല്ലോ. നോക്കാം ആ എക്സാമ്പിൾ എന്താ നോക്കാം. The young man had fallen victim to the loose society of the street. അല്ലെ, അത് പാസ്റ്റ് ആയിരുന്നു അല്ലെ. അയാള് ഈ ലൂസ് സൊസൈറ്റിയുടെ ആ ഒരു വിക്റ്റിമായി മാറുക, അതിനൊരു ഇരയായിട്ട് മാറുക അല്ലെ. ബാഡ് ആയിട്ടുള്ള ആ സ്ലംസിന്റെയും ലൂസ് ആയിട്ടുള്ള ആ സൊസൈറ്റിയിലേക്ക് ഒരു ഇരയായിട്ട് അദ്ദേഹം അതിൽ പെട്ടുപോവാണ്. ആ ഒരു അപകടത്തിൽ അറിയാതെ അദ്ദേഹം ആ വ്യക്തി, അദ്ദേഹം അല്ല, ആ സമയത്ത് ഒരു ബോയ് ആണ്, അതിൽ പെട്ടുപോണത് എന്താണ്, പാസ്റ്റ് ആണ് അല്ലെ. അതുപോലെ മറ്റൊരു പാസ്റ്റ് നമുക്ക് നോക്കാം. He began to bet on horses. ഹോഴ്സിനെയൊക്കെ വെച്ചിട്ട് ബെറ്റ് ചെയ്യുന്ന ഒരു പരിപാടി അല്ലെ, അത് പാസ്റ്റിലാണ് ചെയ്തിട്ടുള്ളത്. Then he lost all his small savings അല്ലെ, എല്ലാ സേവിങ്സും നഷ്ടപ്പെട്ടു പോവാണ് അല്ലെ. അതും എന്തായിരുന്നു, പാസ്റ്റിലെ കാര്യം തന്നെയായിരുന്നു അല്ലെ. ഇനി നമുക്ക് 2-3 പ്രസന്റ് കാര്യങ്ങൾ നോക്കാം. Interest to study the method of employed in dealing with the case of a backward, maladjust, delinquent അല്ലെ. ഡെലിക്കന്റ് ആയിട്ടുള്ള കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടില്ല, മാലഡ്ജസ്റ്റ് ആയിട്ടുള്ള മാനസികവും ശാരീരികമായിട്ടും എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന ഇങ്ങനെയുള്ള തെറ്റുകളിലൊക്കെ പെട്ടുപോയിട്ടുള്ള കുട്ടികളുടെ കുറിച്ച് പഠിക്കാനും അവർക്ക് അത് ക്യൂർ ചെയ്യാനുള്ള രീതികൾ പഠിക്കുക, അത് അവർക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തായിരുന്നു, ഇൻട്രസ്റ്റ് ആണ്. അതെന്താണ്, അതൊക്കെ പഠിക്കുന്നതൊക്കെ പ്രസന്റിൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ. ഇപ്പോഴും അദ്ദേഹം അതിന് വേണ്ടിയിട്ട് സെർച്ച് ചെയ്യാനും അതിന് കൂടുതൽ കാര്യങ്ങൾ അറിയാനും വേണ്ടിയിട്ടാണ് ഷിപ്പിൽ പോകുന്നത് അല്ലെ. അപ്പൊ അത് പ്രസന്റിലാണ് കാണിച്ചിട്ടുള്ളത്. ദെൻ ഇൻസ്പെക്ടിങ് സമ്മർ റിക്രിയേഷണൽ ക്യാമ്പ്സ് ഫോർ യങ് പീപ്പിൾ അല്ലെ. യങ് പീപ്പിൾസിന് വേണ്ടിയിട്ട് നടത്തുന്ന സമ്മർ റിക്രിയേഷണൽ ക്യാമ്പുകളൊക്കെ അന്വേഷിക്കാൻ വേണ്ടിയിട്ടാണ് അവർ പോയിട്ടുള്ളത്. ദെൻ വിസിറ്റ് സെറ്റിൽമെന്റ് ഹൗസസ് ഇൻ ന്യൂയോർക്കിലുള്ള സെറ്റിൽമെന്റ് ആയിട്ടുള്ള ഹൗസസ് ഉണ്ടാവും. ഇങ്ങനെയുള്ള സെറ്റിൽമെന്റ് ഹൗസിനെ കുറിച്ചൊക്കെ അതൊക്കെ കാണാൻ വേണ്ടിയിട്ടും കൂടിയാണ് പോയിട്ടുള്ളത്. ഇത് 3 എന്താണ്, പ്രസന്റും ഇത് പാസ്റ്റും ആണ്. ഇനി നമുക്ക് നോക്കാം ബാക്കി എക്സാമ്പിൾസ്. പാസ്റ്റ് ആണ്. He had taken a sum of money from the office അല്ലെ. ഓഫീസിൽ നിന്നും കുറച്ച് പൈസ എന്ത് ചെയ്തു, സ്റ്റോളൻ ചെയ്തല്ലോ അല്ലെ. Then he had shut himself in his room and turned on the gas അല്ലെ. റൂം സ്വന്തമായിട്ട് കുറ്റിയിട്ടിട്ട് എന്ത് ചെയ്തു, ഗ്യാസ് തുറന്നു വിട്ടു. ഇത്രയും പാസ്റ്റ് ആയിരുന്നു അല്ലെ. ഇനി പ്രസന്റിൽ 2 ആക്ടിവിറ്റീസും കൂടെ കാണുന്നുണ്ട്, നോക്കാം. ആക്റ്റീവ് ഇൻ ദ ഫീൽഡ് ഓഫ് ദ യൂത്ത് വെൽഫെയർ അല്ലെ. യൂത്ത് വെൽഫെയറിന് വേണ്ടിയിട്ടില്ലേ, യൂത്ത് ആയിട്ടുള്ള നമ്മുടെ ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ പുരോഗമനത്തിന് വേണ്ടിയിട്ട് നല്ല ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുക, അത് പ്രസന്റിൽ ചെയ്യുന്നതാണ് കേട്ടോ. ദെൻ വർക്ക്സ് ആസ് ദ ഡയറക്ടർ ഓഫ് ദ ചാരിറ്റബിൾ ഓർഗനൈസേഷൻ. പ്രസന്റിൽ അദ്ദേഹം ലോയർ ആണെങ്കിൽ കൂടെ അതിന്റെ കൂടെ ചാരിറ്റബിൾ ഓർഗനൈസേഷന്റെ ഡയറക്ടറായിട്ടും വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പൊ പാസ്റ്റും പ്രസന്റും. ക്ലിയർ? Then activity 2. Do you think the title "The Best Investment I Ever Made" is an appropriate to the story? Why? Consider the following questions. അല്ലെ, നിങ്ങൾ ചിന്തിക്കുന്നുണ്ടോ ഈ ഒരു ടൈറ്റിൽ ഈ ഒരു സ്റ്റോറിക്ക് വളരെ ആപ്റ്റ് ആണെന്ന്, വളരെയധികം അനുയോജ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ എന്നാണ് ചോദ്യം അല്ലെ. ഞാൻ എൻ്റെ ജീവിതത്തിൽ ചെയ്തതിൽ വെച്ച് ഏറ്റവും വലിയ മുതൽ മുടക്കി എന്നീ സ്റ്റോറിക്ക് മാച്ച് ആണോ? അങ്ങനെയാണ് എന്ന് നിങ്ങൾ ആൻസർ പറയുന്നതിന് മുമ്പ് താഴെ കുറച്ച് ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടുണ്ട്, അതും കൂടെ ആൻസർ ചെയ്യുക എന്നുള്ളതാണ് പറയുന്നത് കേട്ടോ. നോക്കാം. ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരൊറ്റ ക്വസ്റ്റ്യൻ്റെ ആൻസർ ആണ് കേട്ടോ.
പറയുന്നത് ദിസ് ടൈറ്റിൽ ഇസ് എ മോസ്റ്റ് അപ്രോപ്രിയേറ്റ് വൺ ഓഫ് ദ സ്റ്റോറി അല്ലെ. ഈ സ്റ്റോറിക്ക് പറ്റിയ വളരെ അടിപൊളിയായിട്ടുള്ള ആപ്റ്റ് ആയിട്ടുള്ള ടൈറ്റിലാണ് അല്ലെ, അനുയോജിച്ച ടൈറ്റിലാണ്. ബിക്കോസ് കാരണം through the small investment the author could save the life of the young man and he got the fresh start അല്ലെ. അതാണ് അതിന്റെ കാരണം അല്ലെ. ഈ സ്റ്റോറിയുടെ ഒരു മെയിൻ ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ ഇതൊക്കെ ഈ ഡയലോഗ്സുകളൊക്കെ ഒന്ന് പഠിച്ചു വെച്ച് കഴിഞ്ഞാൽ നമുക്കെടുത്ത് വീശാം മക്കളെ എക്സാമിനൊക്കെ കേട്ടോ. എന്താണ് അദ്ദേഹം ചെയ്തൊരു സ്മോൾ ഇൻവെസ്റ്റ്മെന്റ്, ഓദർ ചെയ്തൊരു സ്മോൾ ഇൻവെസ്റ്റ്മെന്റ് ആണ് സേവ് ദ ലൈഫ് ഓഫ് എ യങ് മാൻ, ഒരു ചെറുപ്പക്കാരന്റെ ജീവിതം സേവ് ചെയ്ത് ആൻഡ് ഹി ഗോട്ട് എ ഫ്രഷ് സ്റ്റാർട്ട്, ഇദ്ദേഹത്തിന് ഒരു പുതിയ ജീവിതം, ഒരു പുതിയ തുടക്കം ഇട്ട് കൊടുത്തു. അതുകൊണ്ടാണ് ഈ ഒരു ടൈറ്റിൽ അതിന് അപ്രോപ്രിയേറ്റ് ആവുന്നത്. ക്ലിയർ? ഇനി താഴെയുള്ള കുറച്ച് ക്വസ്റ്റ്യൻസിനും കൂടെ ആൻസർ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. വാട്ട് ഡസ് ദ വേർഡ് ഇൻവെസ്റ്റ്മെന്റ് മീൻ വിത്ത് ദ സ്പെഷ്യൽ റെഫറൻസ് ടു സ്റ്റോറി അല്ലെ. ഈ ഒരു സ്റ്റോറിയിൽ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന വേർഡിന്റെ മീനിങ് എന്താണ് എന്നോ ചോദ്യം. Here the narrator investment mold a new man അല്ലെ. ഇവിടെ നരേറ്റർ ചെയ്ത ഇൻവെസ്റ്റ്മെന്റ് എന്താണ്? മോൾഡ് എ ന്യൂ മാൻ, ഒരു മനുഷ്യന്റെ ജീവിതം അങ്ങ് മോൾഡ് ചെയ്തെടുത്തു അല്ലെ. ഒരു ശില്പം മോൾഡ് ചെയ്തെടുത്തു എന്നൊക്കെ പറയാറില്ലേ മണ്ണ് കൊണ്ട്. അതേപോലെ ചെറിയൊരു മരത്തടിയിൽ നിന്ന് ഒരു അടിപൊളിയായിട്ടുള്ള ഭംഗിയുള്ള ശില്പം മോൾഡ് ചെയ്തെടുത്തു എന്നൊക്കെ പറയുന്ന പോലെ ഒരു സാധാരണ ഒരു ഡെലിക്വന്റ് ആയിട്ടുള്ള ഒരു കുട്ടിയിൽ നിന്ന് ചെറിയ തെറ്റുകളൊക്കെ ചെയ്തു പോയിട്ടുള്ള ഒരു മനുഷ്യനിൽ നിന്നും ഒരു നല്ല മനുഷ്യനെ മോൾഡ് ചെയ്തെടുത്തു, ഒരു പുതിയ മനുഷ്യനെ. ഹി നൗ സീസ് ദ വേൾഡ് വിത്ത് എ ഡിഫറെന്റ് പോസിറ്റീവ് കോൺഫിഡന്റ് വ്യൂ അല്ലെ. ആ മനുഷ്യന് ഇപ്പൊ എങ്ങനെയാണ് നമ്മുടെ ലോകത്തെ വളരെ ഡിഫറെന്റ് ആയിട്ട് പോസിറ്റീവായിട്ട് കോൺഫിഡന്റ് ആയിട്ടുള്ള ഒരു വ്യൂയിലൂടെയാണ് ഇപ്പൊ നോക്കി കാണുന്നത്. ക്ലിയർ? വാട്ട് ആർ ദ അതർ മീനിങ്സ് ഓഫ് ദ വേർഡ് ഇൻവെസ്റ്റ്മെന്റ്? ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ ആ ഒരു മീനിങ്ങിൽ മാത്രമാണോ? ശരിക്കും ഇൻവെസ്റ്റ്മെന്റ് എന്ന് നിങ്ങൾ എവിടെ അടിച്ചു കൊടുത്താലും വരുന്ന മീനിങ് വേറെ ആയിരിക്കും, പല മീനിങ്ങിലും ആയിരിക്കും വരിക അല്ലെ. അപ്പൊ അതിന്റെ മറ്റു കുറച്ച് മീനിങ് ആണ് ചോദിക്കുന്നത്. നോക്കാം. സം ഓഫ് മണി ഇൻവെസ്റ്റഡ് അല്ലെ. നമ്മളൊരു പൈസ കൊണ്ടുപോയി ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അത് നമ്മൾ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയാറുണ്ട് അല്ലെ. അതുപോലെ ദ അസറ്റ് അല്ലെ, സമ്പാദ്യങ്ങൾ അല്ലെ, സമ്പാദ്യങ്ങൾ. ഇതൊക്കെ നമ്മൾ ചില ആളുകൾ കുറേ സ്ഥലങ്ങളൊക്കെ വാങ്ങിക്കൂട്ടും, അതൊരു ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയാറുണ്ട് അല്ലെ. ചില ആളുകൾ ബിസിനസ്സിലോട്ട് പൈസ ഇടും, അത് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഓഹരി വിപണിയിലോട്ടൊക്കെ പൈസ ഇടും, അത് ഇൻവെസ്റ്റ്മെന്റ് ആണ് അല്ലെ. ചില ആളുകൾ എന്തെങ്കിലുമൊക്കെ ഈ പറഞ്ഞ പോലെ പറമ്പ് ഫീൽഡൊക്കെ വാങ്ങിയിട്ട് അതിൽ കുറേ തൈകളും കാര്യങ്ങളൊക്കെ വെക്കും, എന്നിട്ട് പറയും ഇത് ഫ്യൂച്ചറിലോട്ടുള്ള എൻ്റെ ഇൻവെസ്റ്റ്മെന്റ് ആണെന്ന് പറയും അല്ലെ. അങ്ങനെ പല രീതിയിലുമാണ് ഇൻവെസ്റ്റ്മെന്റ് ഉള്ളത് കേട്ടോ. നോക്കാം. Next C question. Why does the narrator describe his investment the best? എന്തുകൊണ്ടാണ് നരേറ്റർ വെറും ഇൻവെസ്റ്റ്മെന്റ് എന്നല്ലായിരുന്നു അദ്ദേഹം പറഞ്ഞിരുന്നത്, ഇൻവെസ്റ്റ്മെന്റിനെ ദ ബെസ്റ്റ് ചെയ്തതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത്. എന്തുകൊണ്ടാണ് അദ്ദേഹം ദ ബെസ്റ്റ് എന്ന ഇൻവെസ്റ്റ്മെന്റിനെ യൂസ് ചെയ്ത് പറഞ്ഞത് എന്നാണ് ചോദ്യം. നോക്കാം. ഇൻവെസ്റ്റ്മെന്റ് ഇൻ സ്റ്റോക്സ്, പ്രോപ്പർട്ടി എക്സെട്ര. സ്റ്റോക്കിൽ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ട് അല്ലെ ആളുകൾ. അതേപോലെ പ്രോപ്പർട്ടി അല്ലെ, അങ്ങനത്തെ സ്ഥലം, അങ്ങനത്തെ കാര്യങ്ങളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്യാറുണ്ടല്ലോ. ഓക്കെ. ഫോർ എ മെറ്റീരിയൽ ഗെയിൻ, ഇതൊക്കെ എന്താണ്? മെറ്റീരിയൽ ആയിട്ടുള്ള അല്ലെ, വസ്തുക്കളിലൊക്കെ കൊണ്ടുപോയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെന്റ് ആണ്. പ്രൊഡ്യൂസിങ് ഓൺലി ആങ്സൈറ്റി, ഡിസപ്പോയിന്റ്മെന്റ് ആൻഡ് ദ ഫ്രസ്ട്രേഷൻ അവർ ലൈഫ് അല്ലെ. ഇങ്ങനെയുള്ളതിലൊക്കെ നമുക്ക് പൈസ ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഭയങ്കര ടെൻഷനാണ്, അത് ചിലപ്പോൾ നഷ്ടപ്പെടും. ഇനി കിട്ടുകയാണെങ്കിൽ തന്നെ ചിലപ്പം മിതമായിട്ട് അതിന് പ്രോഫിറ്റ് കിട്ടുന്നുണ്ടാവില്ല. ഇനി ചിലപ്പോൾ കിട്ടും, ചിലപ്പോൾ ഒന്നായിട്ട് പൊട്ടിപ്പോവും. അങ്ങനെ പല രീതിക്കുള്ള ടെൻഷനും പ്രഷറും ഡിസപ്പോയിന്റ്മെന്റും ഫ്രസ്ട്രേഷനും ഒക്കെയാണ് ഇങ്ങനെയുള്ള മെറ്റീരിയൽ ഇൻവെസ്റ്റ്മെന്റിലൂടെ നമുക്ക് ലഭിക്കുന്നത്. ക്ലിയർ? Here the investment saves the life is not only the young man but also the society. ഇവിടെ അദ്ദേഹം കൊടുത്ത ഇൻവെസ്റ്റ്മെന്റ് ഒരു മനുഷ്യന്റെ ജീവിതം മാത്രമല്ല സേവ് ചെയ്തത്, അതെന്തിനെ തന്നെയാണ് മാറ്റിമറിച്ചിട്ടുള്ളത്? ഒരു സൊസൈറ്റിയെ തന്നെ. അദ്ദേഹം 10-15 വർഷത്തോളായിട്ട് ആ ഒരു സൊസൈറ്റി, ഒരു കൂട്ടം, എത്ര ആളുകളുടെ, എത്ര വഴിതെറ്റിപ്പോയ കുട്ടികൾക്ക് ജീവിതം കൊടുത്ത്, അവർക്ക് ജോലി കൊടുത്ത് അല്ലെ, അവർക്ക് കഴിവുകൾ പഠിപ്പിച്ചു കൊടുത്ത്, തൊഴിൽ പഠിപ്പിച്ചു കൊടുത്ത് ഒരുപാട് പേര്. അപ്പൊ സൊസൈറ്റിക്ക് മൊത്തത്തിലാണ് അദ്ദേഹം കൊടുത്ത ആ ഒരു ചെറിയ ഇൻവെസ്റ്റ്മെന്റ് ഒരു വലിയ ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് നിൽക്കുന്നത് അല്ലെ. അതാണ് ഇവിടെ ഉദ്ദേശിച്ചത് കേട്ടോ. അതുകൊണ്ടാണ് അദ്ദേഹം ഇതൊരു ദ ബെസ്റ്റ്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയെ രക്ഷിച്ചു, അയാളൊരു ജോലിയൊക്കെ ചെയ്ത് ജീവിക്കുന്നു, അയാളും ഭാര്യയും മക്കളും സുഖമായിട്ട് ജീവിക്കുന്നു. അപ്പൊ അതൊരു ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആവില്ല.
അല്ലേ? അത് ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയത് എന്തുകൊണ്ടാണ്? അദ്ദേഹം ആ മനുഷ്യൻ ഇതിൽ നിന്നൊരു പ്രചോദനമായിട്ട് ഇങ്ങനെയുള്ള കുട്ടികൾക്ക് വേണ്ടി അങ്ങ് ജീവിക്കണം, അതിന് വേണ്ടിയിട്ട് സംഘടനകളും അതിന് വേണ്ടിയിട്ട് കാര്യങ്ങളും ഒക്കെ ചെയ്യും, ഒരുപാട് കുട്ടികൾക്ക് ജീവിതം. സോ അതെന്തായി മാറി? അപ്പൊ അത് ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആയിട്ട് മാറി. ക്ലിയർ? Discuss in groups and makes a brief presentation before the class. You may also write a paragraph on the appropriate of the title. Okay, the title, the best investment ഈസ് ആൻ ആപ്റ്റ് ടൈറ്റിൽ ടു ദ സ്റ്റോറി, അല്ലേ? നമ്മൾ ഇവിടെ എന്താ പറഞ്ഞിട്ടുള്ളത്? നിങ്ങളോട് ഒരു പാരഗ്രാഫ് എഴുതാൻ പറഞ്ഞിട്ടുള്ളതാണ്. ഈ നമ്മുടെ ഈ ഇതിന്റെ ടൈറ്റിലിനുള്ള ആ ഒരു ആപ്റ്റ്നെസ് വെച്ചിട്ടൊക്കെ ഉള്ള ചെറിയ പാരഗ്രാഫ് കേട്ടോ. നോക്കാം. ദ ടൈറ്റിൽ, ദ ബെസ്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ഐ എവർ മെയ്ഡ് ഈസ് ആൻ ആപ്റ്റ് ടൈറ്റിൽ ടു ദ സ്റ്റോറി. വളരെ ആപ്റ്റ് ആയിട്ടുള്ള, നല്ല അടിപൊളിയായിട്ട് യോജിക്കുന്ന ഒരു ടൈറ്റിൽ തന്നെയാണ് സ്റ്റോറിക്ക്. ഓക്കെ, ദ വേർഡ് ഇൻവെസ്റ്റ്മെന്റ് ഗീവ്സ് ഡിഫറെന്റ് ഐഡിയ ടു ഡിഫറെന്റ് പീപ്പിൾ, അല്ലെ? സ്വാഭാവികമാണ്, ഞാൻ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്ന വേർഡ് കേൾക്കുമ്പോൾ ഡിഫറെന്റ് മീനിങ്ങും ഡിഫറെന്റ് ഐഡിയ ആയിരിക്കും ഡിഫറെന്റ് ആളുകൾക്ക് തോന്നുക. ഒരിക്കലും ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു മീനിങ് ഈ ഒരു ചാപ്റ്റർ വായിക്കുന്ന ആൾക്കേ വരികയുള്ളൂ, അല്ലേ? ഇൻവെസ്റ്റ്മെന്റ് എന്ന് ഇപ്പൊ നിങ്ങൾ ഒരാളോട് പറയുമ്പോൾ ഒരിക്കലും ഒരാളും ഇതേ ഇങ്ങനെ ആൾക്ക് പൈസ കൊടുത്തിട്ട് അതിൽ നിന്ന് ജീവിതം അങ്ങനെ മാറിപ്പോയതിനെ കുറിച്ച് ഒന്നും ചിന്തിക്കില്ല. ഓക്കെ, അപ്പൊ എന്താണ്? ഡിഫറെന്റ് ആളുകൾക്ക് ഡിഫറെന്റ് ഐഡിയാസിലാണ് ഇൻവെസ്റ്റ്മെന്റ് അറിയുന്ന വേർഡ് ചെല്ലുക. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ജനറലി അസോസിയേറ്റഡ് വിത്ത് മണി. സ്വാഭാവികമായിട്ട് പൊതുവെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത് പൈസയായിട്ട് ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് നമ്മൾ കേൾക്കാറുള്ളത്. ബട്ട് ഹിയർ, പക്ഷെ ഇവിടെ ഈ കഥയില് ദ നരേറ്റേഴ്സ് ഇൻവെസ്റ്റ്മെന്റ് മോൾഡ് എ ന്യൂ മാൻ. ഇവിടെ നരേറ്ററുടെ ഇൻവെസ്റ്റ്മെന്റ് എന്താ ചെയ്തത്? ഒരു ന്യൂ മനുഷ്യനെ മോൾഡ് ചെയ്യാണ് ചെയ്തിട്ടുള്ളത്, അല്ലെ? ഹി നൗ സീസ് ദ വേൾഡ് വിത്ത് ഡിഫറെന്റ് പോസിറ്റീവ് ആൻഡ് കോൺഫിഡന്റ് വേ. ആ മനുഷ്യൻ ഇപ്പൊ എങ്ങനെയാണ് ജീവിതത്തെ കാണുന്നത്? അന്ന് അദ്ദേഹം രക്ഷിച്ച ആ മനുഷ്യൻ അദ്ദേഹത്തിന് ഒരു ജീവിതം പുതിയത് കൊടുത്തപ്പോൾ അദ്ദേഹം ഇന്ന് ലോകത്തെ തന്നെ ഡിഫറെന്റ് ആയിട്ടും വളരെ പോസിറ്റീവായിട്ടും എല്ലാത്തിനോടും ഡിഫറെന്റ് ആയിട്ട് വളരെ ആക്റ്റീവായിട്ട് കോൺഫിഡന്റ് ആയിട്ട് ലോകത്തെ കാണുന്ന ഒരു മനുഷ്യനായി മാറി, അല്ലേ? സോ ഇവിടുത്തെ ഇൻവെസ്റ്റ്മെന്റിന്റെ മീനിങ് അതാണ്. അതുകൊണ്ടാണ് ഈ ടൈറ്റിൽ ഇതിന് ആപ്റ്റ് ആവുന്നത്. അല്ല, നിങ്ങളുടെ സാമ്പത്തികമായിട്ടുള്ള ഇൻവെസ്റ്റ്മെന്റ് ആണെങ്കിൽ ഈ ടൈറ്റിൽ ഇങ്ങോട്ട് ആപ്റ്റ് ആവില്ല. ഈ ഒരു മീനിങ്ങിലോട്ട് പോകുമ്പോഴാണ് ഇത് വലിയൊരു ഇൻവെസ്റ്റ്മെന്റ് എന്നുള്ള അർത്ഥത്തിൽ വരുന്നത്. ഓക്കെ, then activity 3, read the following description from the story, അല്ലെ? ആ സ്റ്റോറിയിൽ നിന്നുള്ള ഒരു ചെറിയൊരു പാസേജ് നോക്കാം. ഇത് അദ്ദേഹത്തിന്റെ ആ പേഴ്സണാലിറ്റിയെ കുറിച്ച് പറയുന്ന ഒരു ഏരിയയിലുള്ള ഒരു പാസേജ് ആണ്. വായിക്കാം. He was in his early 40s, rather short in build, with a fair complexion and clear blue eyes. His thin hair had begun to reside from his forehead. His dark suit, sober tie and rimless spectacles gave evidence of a serious and reserved disposition, അല്ലെ? അദ്ദേഹം 40നോട് അടുത്തിട്ടുള്ള ഒരു മനുഷ്യനാണ്. ഹൈറ്റ് കുറവാണ്, നല്ല നിറമുള്ള ഒരാളാണ്. അദ്ദേഹത്തിന് നീല കണ്ണുകളാണുള്ളത്. അദ്ദേഹത്തിന്റെ ഒരു നിറച്ച ഷർട്ട്, അതുപോലെ മങ്ങിയ ടൈ, അതുപോലെ തന്നെ റിംലെസ് ആയിട്ടുള്ള കണ്ണട, ഇതൊക്കെ അദ്ദേഹത്തിന് എന്ത് കൊടുക്കുന്നുണ്ട്? വളരെ സീരിയസ് ആയിട്ട്, കുറച്ച് ഗൗരവക്കാരനായിട്ട്, വളരെ മിതമായിട്ട് രീതിക്ക് സംസാരിക്കുന്ന ഒരു മിതമായിട്ടുള്ള ഗൗരവക്കാരൻ്റെ ആയിട്ടുള്ള ഒരു പിക്ചർ അദ്ദേഹത്തിന് കൊടുക്കുന്നുണ്ട്. ഇത്രയുമാണ് ഈ പാസേജിൽ പറഞ്ഞിട്ടുള്ളത്, അല്ലെ? നോക്കാം. ഡിസ്കസ് ഹൗ ഡസ് ക്രോണിൻ ഡിസ്ക്രൈബ് ദി ജനറൽ അപ്പിയറൻസ് ഓഫ് മിസ്റ്റർ ജോൺ, അല്ലെ? അതിൽ എങ്ങനെയൊക്കെയാണ്, എന്തൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തെ കുറിച്ച് എന്നാണ്. നോക്കാം. മിസ്റ്റർ ജോൺ ഈസ് എ മാൻ ഓഫ് 40 years. അതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, അല്ലെ? 40 വയസ്സായിട്ടുള്ള ഒരാളാണ് മിസ്റ്റർ ജോൺ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നോട്ട് വെരി ടോൾ, ഒരുപാട് ഹൈറ്റ് ഇല്ല, അല്ലെ? ഷോർട്ട് എന്ന് പറയുമ്പോൾ നേരെ ഓപ്പോസിറ്റ് പറഞ്ഞെന്നുള്ളൂ, ഒരുപാട് നീളമുള്ള മനുഷ്യനല്ല. ഹാസ് എ ഫെയർ കോംപ്ലക്ഷൻസ്, അല്ലെ? നല്ല വെളുത്ത നിറമാണ്. ഹാസ് എ ബ്ലൂ ഐസ്, നല്ല നീല കണ്ണുകൾ. ഹിസ് ബാൾഡിങ് ഹെയർ ഈസ് റിസൾട്ടിങ് ഫ്രം ഫോർഹെഡ്, അല്ലെ? അദ്ദേഹത്തിന്റെ കഷണ്ടി എന്ത് ചെയ്തിട്ടുണ്ട്? ഫോർഹെഡിൽ നിന്നൊക്കെ ബാക്കിലോട്ട് പോയിട്ടുണ്ട്. ഹിസ് ഡ്രസ് കോഡ്, പിന്നെ അദ്ദേഹത്തിന്റെ ഡ്രസ് കോഡ് പറഞ്ഞു. ഡാർക്ക് സൂട്ട്, sober tie and rimless spectacles give him a serious look. ഇതൊക്കെ അദ്ദേഹത്തിന് ഒരു സീരിയസ് ആയിട്ട് ലുക്ക് കൊടുക്കുന്നുണ്ട്, അല്ലെ? Then question അതിലുള്ള B ആണ്. What are the words which are the author uses to describe hair, eyes and complexion of Mr. John, അല്ലെ? ഹെയറിനെ കുറിച്ചും ഐസിനെ കുറിച്ചും കോംപ്ലക്ഷനെ കുറിച്ചൊക്കെ, നിറത്തെ കുറിച്ചൊക്കെ പറയാൻ വേണ്ടിയിട്ട് അദ്ദേഹം യൂസ് ചെയ്തിട്ടുള്ള വേർഡുകൾ, അല്ലെ? നോക്കാം. കോംപ്ലക്ഷന് വേണ്ടിയിട്ട് ഫയർ എന്ന് പറയുന്ന വേർഡ് യൂസ് ചെയ്തു, ഫെയർ. ദെൻ ഐസിന് ക്ലീൻ ബ്ലൂ, കോംപ്ലക്ഷന് ഫെയർ യൂസ് ചെയ്തു, ഐസിന് ക്ലീൻ ബ്ലൂ യൂസ് ചെയ്തു, ഹെയറിന് തിൻ എന്ന് യൂസ് ചെയ്തു, അല്ലെ? ഈ വേർഡുകളൊക്കെയാണ് അദ്ദേഹം അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്.
Then now read the details given about the persons shown in the pictures. അല്ലേ, ഇത് നമുക്ക് വലിയൊരു ഇമ്പോർട്ടൻസ് ഇല്ല, ഇത് ജസ്റ്റ് ഒരു നിങ്ങൾ അറിഞ്ഞിരിക്കുക അത്രേ ഉള്ളൂ. ഇത് ആരാ എന്താ അതിനെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങളൊന്നും നിങ്ങൾക്ക് അറിയേണ്ട ആവശ്യമില്ല, കാരണം ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു ആക്ടിവിറ്റി ഒന്നല്ല വരുന്നത്, പക്ഷെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി കൊടുത്തുന്നുള്ളൂ. ഇങ്ങനെ പേഴ്സണാലിറ്റിയെ വിശദീകരിച്ച് ഒരു ക്യാരക്ടറൊക്കെ കാണിക്കുന്ന ഒരു ഇത് എക്സാമ്പിൾ കൊടുത്തു എന്നുള്ളൂ. ഹി വാസ് എ വെരി ഓൾഡ് ഷ്രിവൽഡ് മാൻ. അല്ലേ, ഷ്രിവൽഡ് പറഞ്ഞാൽ എന്താ, ഇങ്ങനെ വയസ്സായിട്ട് ഇങ്ങനെ ചുക്കിച്ചുളിഞ്ഞ് നെറ്റിയൊക്കെ ഇങ്ങനെ ചുളുങ്ങിയിട്ടുള്ള ആളുകളില്ലേ, അതിനാണ് ഷ്രിവൽഡ് മാൻ എന്ന് പറയുന്നത്. ഹൂസ് വില്ലനിയസ് ലുക്കിംഗ്, ഒരു വില്ലന്റെ ലുക്കാണ് ആൾക്കുള്ളത്. റിപ്പൽസീവ് ഫേസ് വാസ് ഒബ്സ്ക്യൂർഡ് ബൈ എ ക്വാണ്ടിറ്റി ഓഫ് മാറ്റേർഡ് റെഡ് ഹെയർ. അല്ലെ, എന്താണ് ഉദ്ദേശിച്ചത്? റിപ്പൽസീവ് എന്നൊക്കെ പറഞ്ഞാൽ വെറുപ്പുളവാക്കുന്ന ഫേസ്. ഇതൊക്കെ അദ്ദേഹത്തിന്റെ എന്ത് മനസ്സിലാക്കുന്ന, അദ്ദേഹത്തിന്റെ ആ റെഡ് ഹെയർ ഒക്കെ, അദ്ദേഹത്തിന്റെ ആ ഒരു ഫേസ് കട്ടൊക്കെ അദ്ദേഹത്തിന്റെ ആ ക്യാരക്ടറിനെ, പേഴ്സണാലിറ്റിയെ വ്യക്തമായി കാണിച്ചു തരുന്നുണ്ട്. അല്ലെ, ഒരു വില്യൻ ലുക്കായിട്ട് ഇങ്ങനെ റെഡ് ഹെയർ, ആ മുഖത്തോട്ട് നോക്കുമ്പോൾ തന്നെ നമുക്കൊരു ചെറിയൊരു വെറുപ്പല്ല, ഒരു പേടിയും വെറുപ്പും ഒക്കെ പാടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു ഇതാണല്ലോ വരിക. അല്ലെ, ഓക്കെ. ദെൻ നെക്സ്റ്റ് ഒരു ക്യാരക്ടറിനും കൂടെ കാണിക്കുന്നുണ്ട് ഇവിടെ. ഇതൊക്കെ സാങ്കല്പിക കഥാപാത്രങ്ങളാണ്, നമ്മുടെ ഫിലിംസിലൊക്കെ ഉള്ള സാങ്കല്പികമായിട്ടുള്ള കഥാപാത്രങ്ങളാണ്. നോക്കാം. ഹെയർ ഫേസ് ഇസ് എ ചിയർഫുൾ, വളരെ ചിയർഫുൾ ആയിട്ടുള്ള ഫേസ് ആണ്. കാണുമ്പോൾ തന്നെ അറിയാം വളരെ ഹാപ്പിയാണ്, നമുക്ക് പേടിയൊന്നും ആവുന്നില്ല. റാഡിയന്റ് ആയിട്ടുള്ള ഫേസ് ആണ്. ഹി ഹാസ് എ ബ്രോഡ് ഫോർഹെഡ്. അല്ലെ, നല്ലൊരു ബ്രോഡ് ഫോർഹെഡ് ഉണ്ട്. വിച്ച് ഈസ് പാർഷ്യലി ഹിഡൻ ബൈ ഡ്രസ്സസ് ഓഫ് ദ ഗോൾഡൻ ഹെയർ. അല്ലെ, ഗോൾഡൻ ഹെയർ വെച്ചിട്ട് ഇങ്ങനെ ആ ഒരു നെറ്റി ഇങ്ങനെ ചെയ്തിട്ടുണ്ട്. ഹെർ ബ്ലൂ ഐസ് ലുക്ക് കീൻ ആൻഡ് സെർച്ച് ഫോർ ക്ലൂസ് ടു ഹെർ നെക്സ്റ്റ് സ്റ്റോറി. അല്ലെ, വളരെ അവളുടെ കണ്ണുകൾ നമുക്ക് എന്ത് തോന്നുന്നുണ്ട്, നെക്സ്റ്റ് സ്റ്റോറി, അവളുടെ അടുത്തൊരു ക്യൂരിയോസിറ്റി ഒക്കെ ആ ഒരു ഐസിലൂടെ നമുക്ക് കിട്ടുന്നുണ്ട്. ഹെർ ലോങ് നോസ് ഈസ് അനദർ പ്രൊമിനന്റ് ഫീച്ചർ ഓഫ് ഹെർ ഐസ്. അല്ലെ, ആ നോസ്, അവളുടെ ലോങ് നോസ് അവളുടെ ഫേസിൽ അടുത്തൊരു ഹൈലൈറ്റ് ആണ്. ഹെർ സ്മൈൽ ഈസ് വാം ആൻഡ് പ്ലസന്റ്. അല്ലെ, വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സ്മൈലും പ്ലസന്റും ആണുള്ളത്. അല്ലെ, ഞാൻ പറഞ്ഞ പോലെ ഇതിനൊന്നും ഒരു ഒട്ടും ജസ്റ്റ് റീഡിങ് അതിന്റെ ആവശ്യമുള്ളൂ. ഇതൊന്നും നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒട്ടും ഇമ്പോർട്ടൻസ് അല്ല കേട്ടോ, ഒട്ടും ഇമ്പോർട്ടൻസ് അല്ല, ജസ്റ്റ് റീഡിങ് അത്രയേ ഉള്ളൂ. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം, ഇതിന്റെ ആക്ടിവിറ്റിയിലോട്ട് കിടക്കാം. നൗ ഡു യു നോ ദ നെയിംസ് ഓഫ് ദീസ് ടു പീപ്പിൾ പിക്ചേർഡ് ഹിയർ? നിങ്ങൾക്ക് ആ രണ്ട് വ്യക്തികളെ അറിയാമോ? ദ ഫസ്റ്റ് വൺ ഈസ് എ ഫിക്ഷണൽ ക്യാരക്ടർ, Fagin of Oliver Twist, and the second picture is of a J.K. Rowling who became famous by her Harry Potter series of novels. അല്ലേ, അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, അത് ഇവരെ കുറിച്ച് അറിയണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കുക. ഒരാള് ഫാഗിൻ ഓഫ് ഒലിവർ ട്വിസ്റ്റും മറ്റൊരാൾ J.K. റൗളിങ്ങും ആണ് കേട്ടോ. നോക്കാം. Now prepare a brief description about your friend. ഇതാ ഇവിടെയാണ് ഇപ്പൊ ഇതിൽ വന്ന് നിൽക്കുന്നത്, എ ഫിലിം സ്റ്റാർ, അല്ലെങ്കിൽ ഒരു ഫിലിം സ്റ്റാർ അല്ലെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ടിനെ കുറിച്ച് ഒരു ഡിസ്ക്രിപ്ഷൻ തയ്യാറാക്കാനാണ്. അതാ ഞാൻ പറഞ്ഞത്, അതുമായിട്ട് ഒരു ബന്ധമല്ല. നമുക്ക് വേണ്ടത് എന്താണ്, ഒരു ഡിസ്ക്രിപ്ഷൻ നിങ്ങളുടെ ഫ്രണ്ടിനെ കുറിച്ച് തയ്യാറാക്കാനാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. നോക്കാം, നമുക്ക് നമ്മുടെ ഫ്രണ്ടിനെ കുറിച്ച് തന്നെ തയ്യാറാക്കാം. അല്ലെ, ഇപ്പൊ നിങ്ങൾക്കും ഫിലിം സ്റ്റാർസിനെ കുറിച്ചൊക്കെ തയ്യാറാക്കാം, കാരണം മമ്മൂട്ടി, മോഹൻലാൽ, ഇങ്ങനെ വലിയ വലിയ നടന്മാരൊക്കെ ഉണ്ടല്ലോ, അവരെ കുറിച്ചൊക്കെ സുഖമാണ്. അല്ലെ, എങ്ങനെയൊക്കെ എഴുതാൻ പറ്റും, നല്ല നിറം. അല്ലെ, നിറത്തെ കുറിച്ച് പറയാൻ നമ്മൾ അതിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ജോണിന്റെ. അതുപോലെ നിങ്ങൾ എഴുതി നോക്കുക കേട്ടോ, നല്ല ടോളാണ്, നല്ല നിറമാണ്, ഹാൻസം. അതുപോലെ ഡ്രസ്സിങ്ങിനെ കുറിച്ചും മൊത്തത്തില് ഹെയറിനെ കുറിച്ച്, ബ്ലഷിങ് ബ്യൂട്ടിയെ കുറിച്ചൊക്കെ നിങ്ങൾക്ക് എഴുതി നോക്കാം, ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇങ്ങനെയുള്ളതൊക്കെ വരുമ്പോൾ നിങ്ങൾ രണ്ടോ പേരെ കുറിച്ചൊക്കെ എഴുതി വെറുതെ അങ്ങ് ട്രൈ ചെയ്ത് നോക്കുക. ഓക്കെ, സോ ഇവിടെ എന്ത് ചെയ്യാം, നമുക്കൊരു ഫ്രണ്ടിനെ കുറിച്ചുള്ള ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, നോക്കാം. My friend Arun is a tall but a lean teenage boy about 50 years. അല്ലെ, എന്താണ്, നല്ല എൻ്റെ ഫ്രണ്ട് അരുൺ എന്ന് പറയുന്നത് നല്ല നീളമുള്ള ഒരാളാണ്. അല്ലെ, നല്ല ടോളായിട്ടുള്ള, നല്ല മെലിഞ്ഞിട്ടുള്ള, ഒരു 50 വയസ്സൊക്കെ തോന്നിക്കുന്ന ഒരാളാണ്. ഹി ഈസ് എ ബോയ് വിത്ത് എ ഫെയർ കോംപ്ലക്ഷൻസ് ആൻഡ് ഡാർക്ക് ഐ. അല്ലെ, എന്താണ്, നല്ല വെളുത്തിട്ട് നല്ല ഡാർക്ക് കണ്ണുകളൊക്കെ ഉള്ള ഒരാളാണ്. അല്ലെ, ഹിസ് കേളി ഹെയർ ഫോൾസ് ഇൻ ടു ഹിസ് ഫോർഹെഡ്. അവന്റെ കേളി ഹെയർ എന്ത് ചെയ്യുന്നുണ്ട്, ഹെഡിലോട്ട് ഇങ്ങനെ ചാടി കിടക്കുന്നുണ്ട്, ഇങ്ങനെ വീണ് കിടക്കുന്നുണ്ട്. ഹിസ് ലോങ് നോസ് ആൻഡ് ദ ഗ്യാപ്പ് ടൂത്ത് ഗീവ് ഹിം എ ഹാൻസം അപ്പിയറൻസ്. അല്ലെ, അവന്റെ ലോങ് നോസും നല്ല ഗ്യാപ്പ് ഇട്ടിട്ടുള്ള പല്ലൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള അപ്പിയറൻസ് കൊടുക്കുന്നുണ്ട്. ഫ്രണ്ട്സിനെ കുറിച്ച് എഴുതാൻ പറഞ്ഞ ഒന്നും നോക്കണ്ട മക്കളെ, ഈ പേരൊന്നാട് മാറ്റി കൊടുത്തിട്ട് അവിടെ വല്ല പേരിട്ട് കൊടുത്ത് നിങ്ങളുടെ ഫ്രണ്ടിന് എഴുതി കൊടുക്കുക. അങ്ങനെ ഇത് കോമൺലി എല്ലാവരും നിങ്ങളുടെ ഒരു ഏജിലൊക്കെ ഉള്ളവർ ഈ ഒരു 15 വയസ്സ് തന്നെ ആയിരിക്കും. അല്ലെ, നമ്മുടെ 10th ക്ലാസ്സിലൊക്കെ പഠിക്കുന്നവരൊക്കെ. അതുപോലെ അത്യാവശ്യം നീളം ഒക്കെ എഴുതി കൊടുക്കാനും പരീക്ഷ പേപ്പർ നോക്കുന്ന ആൾക്കാർക്ക് ഒരിക്കലും അറിയില്ലല്ലോ. ഓക്കെ,
പക്ഷെ ഇത്ര സിമ്പിളായിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും വരാറില്ല. അങ്ങനെ വരികയാണ് എന്നുണ്ടെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ പറഞ്ഞ പോലെ നിങ്ങൾക്ക് ചെയ്യാം അല്ലെ. എന്താണ്, വെളുത്തിട്ടുള്ള നിറമാണ്, ഇനിയിപ്പോൾ വൈറ്റിന് പകരം ബ്ലാക്ക് ആണെങ്കിൽ അവിടെ ബ്ലാക്ക് കൊടുത്താൽ മതി. അതുപോലെ ഐസ് അധികം ഡാർക്ക് ആണെങ്കിൽ ഡാർക്ക്, ഇനി അത് ബ്ലൂ ആണെങ്കിൽ ബ്ലൂ ഐസ് കൊടുക്കാം. അതുപോലെ കേളി ഹെയർ ആണെങ്കിൽ കേളി ഹെയർ കൊടുക്കാം. അതുപോലെ തിന്നി, ഇങ്ങനെയുള്ള പല രീതിക്ക് കൊടുക്കാം. അതുപോലെ നോസ് ലോങ് ആണെങ്കിൽ ലോങ്, ഷോർട്ട് ആണെങ്കിൽ ഷോർട്ട്. അത് ഞാൻ പറഞ്ഞത്, ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുമ്പോൾ നിങ്ങൾ എഴുതി നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ഡിസ്ക്രിപ്ഷൻ എഴുതാനുള്ള കഴിവും വർദ്ധിക്കും. അതേപോലെ ഇത് സിമ്പിൾ ആകുമ്പോൾ നിങ്ങൾക്ക് എഴുതാനും കഴിയും. അതുപോലെ നിങ്ങൾക്ക് ഡിസ്ക്രിപ്ഷൻ എഴുതാനുള്ള ഒരു കോൺഫിഡൻറ്റും ഉണ്ടാവും. ഓക്കെ, next activity 4. From a state of loss and despair, John came to the life of success and joy. അല്ലേ, നഷ്ടങ്ങളുടെയും നിരാശകളുടെയും ജീവിത അവസ്ഥയിൽ നിന്നും ജോണ് പിന്നീട് എങ്ങനെയാണ് മാറിയത്? ലൈഫ് സക്സസിന്റെയും ഹാപ്പിനെസിന്റെയും ഒരു ചേഞ്ച് ആണ് വന്നത്. He intervened the wholeheartedly to bring about a change in the miserable life of many young men. അല്ലെ, അദ്ദേഹം എന്ത് ചെയ്യാണ്, അദ്ദേഹത്തിന്റെ ഈ ഒരു ലൈഫ് ഒരുപാട് ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുകയും ഇങ്ങനെയൊക്കെ അനുഭവിക്കുന്നവർക്ക് എന്താണ്, ഒരു മോട്ടിവേഷൻ ആണല്ലോ അല്ലെ. ഓക്കെ, വാട്ട് ഹാപ്പൻ ഹിം ടു ഡു, the lesson do we learn from the eventful life of John? Discuss the light of the discussion, prepare a speech on the topic self-help, the best help. അതാണ് നമുക്ക് വേണ്ടത് അല്ലേ. എന്താണ്, ഈ ഒരു ടോപ്പിക്കായിട്ട് ബന്ധപ്പെട്ട് നല്ല അടിപൊളിയായിട്ട് ഒരു സ്പീച്ച് പറയാനാണ് അല്ലേ. സെൽഫ് ഹെൽപ്പ് പറഞ്ഞാൽ എന്താ, സ്വയം സഹായം ഈസ് ദ ബെസ്റ്റ് ഹെൽപ്പ്. ഓക്കെ, ഇവിടെ നമ്മുടെ സ്റ്റോറിയിൽ പറയുന്നത് എന്താണ്, നമ്മുടെ നരേറ്റർ ഒരാളെ സഹായിച്ചതാണ് അല്ലേ. ഒരു വിധം ചില ആളുകളൊന്നും ഒരിക്കലും, ചില ആളുകൾക്ക് ഒരു ക്യാരക്ടർ ഉണ്ട്, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യില്ല, എല്ലാം സ്വയം ചെയ്തുകൊണ്ട്. അപ്പൊ എന്താണെങ്കിലും ചിലപ്പോൾ അവർ ചെയ്യുമ്പോൾ പരാജയപ്പെടും, എന്നാലും അവർ ആരും ഡിപ്പെൻഡ് ചെയ്യാനോ ഇതൊന്ന് ചെയ്തു തരുമോ എന്ന് ചോദിക്കാൻ പോലെ അവർ തന്നെ ട്രൈ ചെയ്ത്, അവർ വീണ്ടും 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 ട്രൈ ചെയ്ത് അവർ ചിലപ്പോൾ സക്സസ് ആവും. ചില ആളുകൾ അങ്ങനെ ഉണ്ട്. ചില ആളുകളൊന്നും എല്ലാവരും പാടെ കൂട്ടിയിട്ട് അപ്പം തന്നെ ചെയ്ത് സക്സസ്. ചില ആളുകൾ ഒറ്റയ്ക്ക് പൊരുതി സ്വയം ഹെൽപ്പാണ് അല്ലേ. നമ്മൾ സ്വയം നമ്മളെ മോൾഡ് ചെയ്തെടുക്കുന്നതിന് സ്വയം ഹെൽപ്പ് എന്ന് പറയുന്നത് ഇവിടെ കേട്ടോ. നമ്മൾ എന്ത് ചെയ്യാണ്, നമ്മളെ തന്നെ സഹായിച്ച് വീണ്ടും 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 പതുക്കെ പടികൾ കയറി വീണ്ടും സക്സസ്. അവിടെ ആരുടെയും ഹെൽപ്പ് ഒന്നും ചെയ്യാതെ വീണ്ടും വീണ്ടും നമ്മളെ തന്നെ സഹായിച്ച് നമ്മളെ തന്നെ മോൾഡ് ചെയ്ത് എന്താവും, സക്സസ് ആയി മാറും. അതിനാണ് സെൽഫ് ഹെൽപ്പ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ സെൽഫ് ഹെൽപ്പ് ഇസ് ദ ബെസ്റ്റ് ഹെൽപ്പ് അല്ലേ. അതെന്താണ്, ഒരു ബെസ്റ്റ് ഹെൽപ്പ് തന്നെയാണ്. നമ്മൾ സ്വയം നമ്മളെ സഹായിക്കുന്ന ഒരു ബെസ്റ്റ് ഹെൽപ്പ് എന്ന് തന്നെയാണ് ഉദ്ദേശിച്ചത്. പക്ഷെ അത് ആ ഒരു അർത്ഥത്തിലല്ല, നമ്മുടെ സ്വയമുള്ള ഒരു കഴിവിനെയൊക്കെയാണ് പറയുന്നത് കേട്ടോ. നമ്മൾ സ്വയം ലൈഫിൽ ഹാർഡ് വർക്ക് ചെയ്ത് വിജയിക്കുന്നതിനെയൊക്കെയാണ് അവർ ആ സ്വയം സെൽഫ് ഹെൽപ്പ് കൊണ്ട് ഉദ്ദേശിച്ചത്. ക്ലിയർ? നമുക്ക് നോക്കാം. ആൻസർ, റെസ്പെക്ട് യുവർ ടീച്ചേഴ്സ് ആൻഡ് മൈ ഡിയർ ഫ്രണ്ട്സ് അല്ലേ. ഇത് വേണമല്ലോ അല്ലെ, ഒരു പ്രസംഗം ആവുമ്പോൾ അത് വേണം. ഇറ്റ് ഈസ് ഇമ്പോർട്ടൻറ്റ് ഫോർ അസ് ടു കൾട്ടിവേറ്റ് ദ ഹാബിറ്റ് ഓഫ് സെൽഫ് ഹാബിറ്റ് ദാറ്റ് വി ക്യാൻ ഗെറ്റ് അവർ വർക്ക് ഡൺ വിത്ത് അവർ ഓൺ എഫേർട്ട് ആൻഡ് റിസോഴ്സസ് അല്ലേ. നമ്മുടെ റിസോഴ്സുകളും നമ്മുടെ സ്വന്തം എഫേർട്ടും ഉപയോഗിച്ച് നമ്മളൊരു വിജയത്തിലോട്ട് എത്തുക എന്നുള്ളത് എന്ത് തന്നെയാണ്, അതൊരു നമ്മൾ കൾട്ടിവേറ്റ് ചെയ്ത് നമ്മൾ സ്വയം നമ്മളുള്ളിൽ തന്നെ വളർത്തിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നമ്മുടെ ഇടയിൽ വളർത്തിയെടുക്കേണ്ടതായിട്ടുള്ള ഒരു ഹാബിറ്റ് തന്നെയാണ് എന്ത് പറയുന്നത്, ഈ ഒരു പറയുന്ന ഈ സെൽഫ് ഹെൽപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ? Those who do their own duties themselves without depending on others are more successful than the others അല്ലേ. മറ്റുള്ളവർ കൂടുതൽ സക്സസ്ഫുൾ ആയിട്ടായിരിക്കും എങ്ങനെ, നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തന്നെ സ്വയം ചെയ്യാം, നമ്മുടെ ഡ്യൂട്ടീസ് നമ്മൾ തന്നെ ചെയ്യാം, മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ ചെയ്യുകയാണെങ്കിൽ തന്നെ നമ്മൾ ഒരുപാട് സക്സസ്ഫുൾ ആയിരിക്കും നമ്മുടെ കരിയർ എന്നാണ് പറയുന്നത്. This does not mean, ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് that one should not seek cooperation from others in their necessity അല്ലേ. എന്ന് വിചാരിച്ച് നിങ്ങൾ മറ്റുള്ള ആൾക്ക് സഹായിക്കരുത് എന്നൊരു മീനിങ് അവിടെ വരുന്നില്ല കേട്ടോ. മറ്റൊരാൾക്ക് സഹായമോ മറ്റൊരാൾക്ക് ഹെൽപ്പോ ആവശ്യമായ സമയത്ത് നമ്മളത് ചെയ്യണം. നമുക്ക് അത്രയും നെസസിറ്റി ആയ സമയത്ത് നമ്മളത് സ്വീകരിക്കുകയും വേണം. അത്രത്തോളം മീനിങ് അല്ല ഉദ്ദേശിച്ചത്. എല്ലാത്തിനും നമ്മൾ മറ്റുള്ളവരെ ഡിപ്പെൻഡ് ചെയ്യാതെ നമ്മൾ സ്വയം നമ്മുടെ ഡ്യൂട്ടീസൊക്കെ മാക്സിമം നമ്മൾ തന്നെ ചെയ്ത് ഹാർഡ് വർക്ക് ചെയ്ത് സക്സസ് ആവണം എന്നാണ് ഉദ്ദേശിച്ചത്. എന്ന് പറഞ്ഞാൽ മറ്റൊരു സൈഡിൽ മറ്റൊരാൾക്ക് എന്തെങ്കിലും മോറായിട്ടുള്ള നെസസിറ്റി നമ്മുടെ ഹെൽപ്പ് വേണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആ ടൈമിൽ എന്ത് ചെയ്യണം, അത് ചെയ്തു കൊടുക്കും വേണം കേട്ടോ. അത്രത്തോളം മീനിങ് അതിന് പോകുന്നില്ല. It means that the one should not seek the help of others when one can do on it oneself അല്ലെ. നമുക്ക് സ്വയം ചെയ്യാൻ കഴിയാവുന്ന കാര്യങ്ങൾക്ക് നമ്മൾ ഒരിക്കലും മറ്റൊരാളുടെ ഹെൽപ്പ് ചോദിക്കരുത് എന്നുള്ളൊരു മീനിങ് മാത്രമേ ഉള്ളൂ കേട്ടോ.
we should try to do our jobs of our own. നമ്മൾ എന്തിനു ട്രൈ ചെയ്യണം? നമ്മുടെ ജോബ് നമ്മൾ സ്വന്തമായിട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് മാക്സിമം ട്രൈ ചെയ്യണം. ഫോർ ദിസ് വി ഷുഡ് കൾട്ടിവേറ്റ് ദ ഗുഡ് ഹാബിറ്റ്സ് സച്ച് ആസ് ഡിസിപ്ലിൻ, ഡിറ്റർമിനേഷൻ ആൻഡ് ഹാർഡ് വർക്ക്. അല്ലേ, ഇതെങ്ങനെയാണ് ഈ ഹാബിറ്റ് നമ്മളിൽ കൾട്ടിവേറ്റ് ചെയ്യുക? എന്തൊക്കെ ഉണ്ടെങ്കിലും നമുക്ക് ചെയ്യാൻ കഴിയുക? നമുക്ക് ലൈഫിൽ എന്ത് വേണം? ഡിസിപ്ലിൻ ഉള്ള, നല്ല സിസ്റ്റമാറ്റിക് ഡിസിപ്ലിൻ ഉള്ള ലൈഫ്. ഡിസിപ്ലിൻ ഇല്ലാത്ത ലൈഫുള്ളവർക്ക് സക്സസ് ആവാൻ കഴിയില്ല. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ പഠനത്തിന്റെ കേസ് തന്നെ ഇരിക്കട്ടെ, എന്താണ് അതിൽ നിങ്ങൾക്ക് സക്സസ് ആവണമെങ്കിൽ നിങ്ങൾ ഡിസിപ്ലിൻ ലൈഫ് വേണം. കറക്റ്റ് രാവിലെ ഏർലി മോർണിംഗിൽ എണീക്കാതെ 10 മണി 9 മണി വരെ കിടന്നുറങ്ങുന്ന ഒരാൾക്ക് സക്സസ് ആവാൻ കഴിയും? ഇല്ല. ഡിസിപ്ലിൻ ലൈഫ് വേണം. അല്ലേ, കറക്റ്റ് ഏർലി മോർണിംഗിൽ എണീറ്റ് പഠിച്ച് കറക്റ്റ് സമയത്ത് പഠനം നിർത്തി കറക്റ്റ് സമയത്ത് റെസ്റ്റ് കൊടുത്ത് കറക്റ്റ് സമയത്ത് ഭക്ഷണം കഴിച്ച്, അല്ലേ, നല്ല വൈറ്റമിൻസ് ഒക്കെ ഉള്ള ഭക്ഷണം കഴിച്ച് കറക്റ്റ് സമയത്ത് സ്കൂളിൽ പോയി കറക്റ്റ് സമയത്ത് തിരിച്ചു വന്ന് കുറച്ച് നേരം എക്സസൈസോ അല്ലെങ്കിൽ ഈ പറഞ്ഞമാതിരി വർക്കുകളല്ല, മീൻസ് കളികളൊക്കെ കളിച്ച് കറക്റ്റ് സമയത്ത് ഇരുന്ന് പഠിച്ച് കറക്റ്റ് നേരത്ത് കിടന്നുറങ്ങി എങ്കിൽ മാത്രമേ ഉള്ളൂ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുക? സക്സസ് ആവാൻ കഴിയുക. ആ ഒരു ലൈഫിനെയാണ് നമ്മൾ ഡിസിപ്ലിൻഡ് ലൈഫ് എന്ന് പറയുന്നത്. അത് വലിയ ആളുകളിലാണെങ്കിലും വേണം. ചില വലിയ ആളുകളൊക്കെ വഴിതെറ്റിയ ലൈഫാണെങ്കിൽ അത് ഡിസിപ്ലിൻ ഇല്ലാത്ത ലൈഫായിരിക്കും, അവർക്ക് സക്സസ് ആവാൻ കഴിയാറില്ല. അല്ലേ, എത്രയോ ആളുകൾ സക്സസ് ആയിട്ട് തന്നെ ഒരു ദുശീല ഫലങ്ങളുടെയൊക്കെ ഭാഗമായിട്ട് ലൈഫിന്റെ ഡിസിപ്ലിൻ നശിച്ചു പോയ ഒരുപാട് പേരുണ്ട്. അല്ലേ, അപ്പൊ ഡിസിപ്ലിൻ എന്താണ്? വൺ ഓഫ് ദ മെയിൻ ഇമ്പോർട്ടൻസ് ഘടകമാണ്. അല്ലേ, നമ്മുടെ കാര്യങ്ങൾ നമുക്ക് ചെയ്യണമെങ്കിൽ. ഡിറ്റർമിനേഷൻ, അല്ലേ, ആഗ്രഹങ്ങളും സ്വപ്നങ്ങളും ഉണ്ടാവും എല്ലാവർക്കും, പക്ഷെ ഡിറ്റർമിനേഷൻ ഉണ്ടാവില്ല, തീരുമാനങ്ങൾ ഉണ്ടാവില്ല, സ്ട്രോങ് ആയിട്ടുള്ള ഡിറ്റർമിനേഷൻ ഉണ്ടാവില്ല. അത് ചെയ്യും ഇത് ചെയ്യും അതാണ് എൻ്റെ ലക്ഷ്യം എന്ന് പറയും, പക്ഷെ അതിനൊരു ഡിറ്റർമിനേഷൻ വേണം. അതുണ്ടെങ്കിലേ കാര്യം നടക്കുള്ളൂ കേട്ടോ. ദെൻ ഹാർഡ് വർക്ക്, തീരുമാനം ഉറപ്പും ഡിസിപ്ലിനും എല്ലാം ആയി, പക്ഷെ വർക്ക് ചെയ്യാൻ മടിയാണെങ്കിൽ കഴിഞ്ഞില്ലേ. അപ്പോൾ എന്താണ്? ഹാർഡ് വർക്കും വേണം. ഇതെല്ലാം കൂടുമ്പോഴാണ്, അതിനെല്ലാത്തിനും കൂടിയാണ് ഈ സെൽഫ് ഹെൽപ്പ് എന്ന് പറയുന്നത്. സെൽഫ് ഹെൽപ്പ് എന്ന് ഉദ്ദേശിച്ച് നമ്മൾ സ്വയം ഹാർഡ് വർക്ക് ചെയ്യുന്നതിനെയാണ് കേട്ടോ. നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ ഡിറ്റർമിനേറ്റഡ് പേഴ്സൺ. അല്ലേ, നത്തിങ് ഈസ് ഇമ്പോസിബിൾ ഫോർ എ ഡിറ്റർമൈൻഡ് പേഴ്സൺ. അല്ലേ, ഒരു തീരുമാനം അടിപൊളിയായിട്ട് ഡിറ്റർമിനേഷൻ എടുത്ത ഒരാൾക്ക്, അല്ലേ, അടിയുറച്ച തീരുമാനം എടുത്തൊരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം എല്ലാം പോസിബിൾ ആണ്. ആ വ്യക്തിക്ക് മുമ്പിൽ ഇമ്പോസിബിൾ ആയിട്ടുള്ള ഒന്നും തന്നെ ഉണ്ടാവുകയില്ല. ഓക്കെ, സെൽഫ് ഹെൽപ്പ് വിൽ ബിൽഡ് സെൽഫ് കോൺഫിഡൻസ് ആൻഡ് വിൽ എനേബിൾ അസ് ടു അച്ചീവ് അവർ ഗോൾസ്. അല്ലേ, സെൽഫ് ഹെൽപ്പ് നമ്മുടെ ലൈഫിൽ എന്തുണ്ടാക്കും? നമുക്കൊരു സെൽഫ് കോൺഫിഡൻസ് തരും. അത് നമ്മുടെ ലൈഫിന് എന്ത് ചെയ്യാൻ കഴിയും? നമ്മുടെ ലക്ഷ്യങ്ങൾ നമുക്ക് അച്ചീവ് ചെയ്യാൻ സഹായിക്കും. ഓൺ ദ അതർ ഹാൻഡ് ദ പേഴ്സൺ, ഇനി മറ്റൊരു സൈഡ് പറയുകയാണെങ്കിൽ, ദ പേഴ്സൺ ഹു ഇസ് ലേസി ആൻഡ് ദ ഡിപ്പെൻഡ്സ് അപ്പോൺ അതേഴ്സ് ടു ഗെറ്റ് ഹിസ് വർക്ക് ഡൺ വിൽ നോട്ട് ഹാവ് എനി കമന്റ് ഓർ അതോറിറ്റി, വിൽ നോട്ട് ബി ഏബിൾ ടു കംപ്ലീറ്റ് ഹിസ് ടാസ്ക് സക്സസ്ഫുള്ളി. അല്ലേ, ഇനി ഇതൊക്കെ പോട്ടെ, മടി പിടിച്ച് മറ്റൊരാളെ ഡിപ്പെൻഡ് ചെയ്യുകയാണ് എന്നുണ്ടെങ്കിൽ ഒരിക്കലും അദ്ദേഹത്തിന്റെ ലൈഫോ അദ്ദേഹത്തിന്റെ എന്ത് കാര്യമാവട്ടെ അദ്ദേഹത്തിന് ഒരിക്കലും ആ ടാസ്ക് അദ്ദേഹത്തിന് സക്സസ്ഫുൾ ആയിട്ട് ചെയ്തു തീർക്കാൻ കഴിയില്ല. The habit of self-habit should cultivate the character from the very childhood. അല്ലേ, നമ്മൾ ഈ പറഞ്ഞ ഈ സെൽഫ് ഹെൽപ്പ് ഉണ്ടല്ലോ, അത് നമ്മൾ വളർത്തിയെടുക്കേണ്ടത് നമ്മുടെ ചൈൽഡ്ഹുഡ് മുതലാണ്. ചെറുപ്പകാലം മുതലേ നമ്മൾ വളർത്തിയെടുക്കണം. ചെറുപ്പം മുതലേ നമ്മൾ ഡിപ്പെൻഡ് ചെയ്ത് ശീലിച്ച് പോയി കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? വലിയ കുട്ടികളാകുമ്പോഴും നമ്മൾ എന്ത് ചെയ്തു? ഡിപ്പെൻഡ് ചെയ്ത് പോകും. അല്ലേ, നിങ്ങൾക്കറിയാം, ഒരു കുഞ്ഞ് എക്സാമ്പിൾ പറയാം. നിങ്ങളുടെ ബുക്സുകൾ, ചില കുട്ടികൾ ഇപ്പോഴും സ്വന്തം ബുക്സ് ബാഗിൽ എടുത്തിടാത്തവരുണ്ട്. അല്ലേ, അതെന്താ? നമ്മൾ ചെറുപ്പം മുതലേ അമ്മമാരെ ഡിപ്പെൻഡ് ചെയ്ത് പോയി. അമ്മമാരെ നമ്മളെ സഹായിക്കുകയും ചെയ്യും, നമ്മളാണെങ്കിൽ അവരെ നമ്മൾ അമ്മമാരെ സഹായിക്കുന്ന അവരുടെ സ്നേഹം കൊണ്ടാണ്. അപ്പൊ നമുക്ക് പറയാം, സഹായിക്കേണ്ട, ഞാനിട്ട് സ്വയം എടുത്ത് വെച്ചോളാം, ഇങ്ങനെ പറഞ്ഞ് നമുക്കും സ്വയം അവരുടെ സ്നേഹത്തെ ദുരുപയോഗം ചെയ്ത് നമ്മൾ സെൽഫ് ഡിപ്പെൻഡ് ആവുന്നത് നിർത്തരുത്. ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ ചെറുപ്പം മുതലേ ശ്രദ്ധിക്കണം. എന്നാലുള്ള നമുക്ക് സെൽഫ് ഹെൽപ്പ് എന്നിട്ട് പറഞ്ഞിട്ട് നമ്മൾ സ്വയം ഇൻഡിപെൻഡന്റ് ആയിട്ട് നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ കഴിയുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇഫ് വി ആർ റെഡി ടു ഹെൽപ്പ് ചിൽഡ്രൻസ് ഫോർ ഈവൻ സില്ലി തിങ്സ് ദേ ക്യാൻ നെവർ ബി സെൽഫ് സഫിഷ്യന്റ്. അല്ലേ, നമ്മൾ ചെറുപ്പം മുതലേ നമ്മുടെ മക്കളെ ചെറിയ കാര്യങ്ങൾക്ക്, സില്ലി ആയിട്ടുള്ള കാര്യങ്ങൾക്ക് നമ്മൾ അവരെ സഹായിക്കുകയാണെങ്കിൽ അവർക്ക് ഒരിക്കലും സെൽഫ് റിലയൻ്റ് ആയിട്ട് ഒരു സ്വയം പര്യാപ്തമായിട്ട് ജീവിക്കാനോ നിൽക്കാനോ സാധിക്കില്ല. ഗ്രേറ്റ് പേഴ്സൺസ് വെദർ ദേ ലിവ്ഡ് ഇൻ പോവർട്ടി plenty are example of self help. So it is important that self help is the best help and the God helps those who help themselves. അപ്പോൾ എന്താണ്, ചില ആളുകൾ ഗ്രേറ്റ് പേഴ്സൺസ് ഒക്കെ എന്തായിരിക്കും, ഈ അവരുടെ വളരെ ദാരിദ്ര്യം പിടിച്ച വളരെ ബുദ്ധിമുട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് വന്ന് സെൽഫ് ഹെൽപ്പിലൂടെയൊക്കെ
ഉയർന്നു വന്നിട്ടുള്ള ആളുകളായിരിക്കും. അപ്പൊ സെൽഫ്ലെസ് ഇസ് ദ ബെസ്റ്റ് ഹെൽപ്പ് എന്നാണ് പറഞ്ഞു വരുന്നത്. സോ സെൽഫ്ലെസ് ഇസ് ദ ബെസ്റ്റ് ഹെൽപ്പ് ആൻഡ് ദ ഗോഡ് ഹെൽപ്സ് ദോസ് ഹു ഹെൽപ്പ് ദംസെൽഫ്. അല്ലെ, അങ്ങനെ നമ്മൾ സെൽഫ്ലെസ് ബെസ്റ്റ് ഹെൽപ്സ് ആയിട്ട് മുന്നോട്ട് പോകുന്ന ആളുകൾക്ക് വേറൊരു ശക്തി കൂടെ അവരെ സഹായിക്കും, ഗോഡാണ്. അല്ലെ, മറ്റൊരാളെ അവരെ സഹായിക്കില്ല. കാരണം അവർ സ്വന്തമായിട്ട് മുന്നോട്ട് ഹാർഡ് വർക്ക് ചെയ്ത് പോകുമ്പോൾ അവർക്ക് ദൈവത്തിന്റെ ഒരു സപ്പോർട്ടും കൂടെ ഉണ്ടാവും. സ്വാഭാവികമായിട്ടും അവർക്ക് ജീവിത വിജയത്തിൽ എന്ത് ചെയ്യാൻ പറ്റും, അങ്ങേയറ്റത്ത് വരെ കയറി പോകാൻ കഴിയും. ഓക്കെ, അവരുടെ ജീവിതം എന്താവും, സക്സസ്ഫുൾ ആവും. അങ്ങനെ പറഞ്ഞുകൊണ്ട് നമുക്കൊരു താങ്ക് യു പറഞ്ഞ് അങ്ങ് നിർത്താം അല്ലെ മക്കളെ. അപ്പൊ ഇതാണ് സ്പീച്ച് കേട്ടോ. Then activity 5. The story is told from the point of view of the narrator. This is called the first person point of view. The pronoun used here is the I. Now change the perspective of the narrative to the third person point of view using the pronoun he. The narrator events in the story you may begin like this. മനസ്സിലായോ മക്കളെ എന്താണ് പറഞ്ഞത്? ഈ സ്റ്റോറി ആരുടെ വ്യൂവിൽ നിന്നിട്ടാണ് നമ്മൾ ഈ കഥ കേട്ടത്? നരേറ്ററുടെ വ്യൂവിൽ നിന്നിട്ടാണ്. ഫസ്റ്റ് പേഴ്സൺ നരേറ്റർ ആയിരുന്നു അല്ലേ. ഞാനിങ്ങനെ നടന്നപ്പോൾ, ഞാനിങ്ങനെ ഡെക്കിലൂടെ നടന്നപ്പോൾ ഞാനിങ്ങനെ കണ്ടു, അവരെന്നെ നോക്കി, ഞാൻ അവരെ മൈൻഡ് ചെയ്തില്ല, ഞാൻ എന്ന് പറയുന്ന ഫസ്റ്റ് പേഴ്സൺ ആണ് ഈ ഒരു ചാപ്റ്ററിൽ യൂസ് ചെയ്തിട്ടുള്ളത്, ഈ ഒരു സ്റ്റോറിയിൽ അല്ലെ. ഫസ്റ്റ് പേഴ്സൺ, സെക്കൻഡ് പേഴ്സൺ, തേർഡ് പേഴ്സൺ ഒക്കെ നമ്മൾ ഗ്രാമർ എടുത്തപ്പോൾ പഠിച്ചതാണ് അല്ലെ. ഫസ്റ്റ് പേഴ്സൺ എന്ന് പറയുന്നത് ഞാൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഫസ്റ്റ് പേഴ്സൺ. സെക്കൻഡ് പേഴ്സൺ എന്ന് പറയുന്നത് നിങ്ങൾ എന്ന് പറയുന്ന വ്യക്തിയാണ്. തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് അവൻ, അവൾ, അവർ എന്ന് പറയുന്ന ാണ് അല്ലെ. അപ്പൊ ഈ കഥ, ഈ സ്റ്റോറി ഫുള്ള് ഫസ്റ്റ് പേഴ്സണാ പറയുന്നത്, അയ്യ പറയുന്നത് അല്ലെ. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഇതിന് തേർഡ് പേഴ്സൺ ആയിട്ടുള്ള ഹീ യൂസ് ചെയ്തുകൊണ്ട് പറയാം. എങ്ങനെ പറയും? അദ്ദേഹം അവിടെ ഇരുന്നപ്പോൾ, ഇത് ഞാൻ അവിടെ ഇരുന്നപ്പോൾ എന്നെ ഒരാൾ നോക്കി, അങ്ങനെയാണല്ലോ പറയുന്നത്. അപ്പൊ അദ്ദേഹം അവിടെ ഇരുന്നപ്പം രണ്ട് വ്യക്തികൾ അദ്ദേഹത്തെ നോക്കി. അങ്ങനെ കഥ എന്ത് ചെയ്യുക, ഒരു തേർഡ് പേഴ്സന്റെ രീതിയിലോട്ട് മാറ്റുക. ഒന്നുമല്ല, ഐ ഉള്ളിടത്തൊക്കെ ഒന്ന് ഹീ ആക്കി നോക്കുക എന്നാണ് പറയുന്നത്. മീ ഉള്ളിടത്തൊക്കെ അപ്പൊ എന്തായി മാറും, ഹിമ്മായിട്ട് മാറും. പോയി നോക്കാം. It was the second day of the narrator's voyage. Suddenly he became aware of the one of the passenger was watching him closely. അല്ലേ, ഇങ്ങനെയായിരുന്നു. നോക്കാം. You may present the story before the class. Try to make your narration effective using appropriate gestures, facial expression and tonal varieties. അല്ലെ, ഇതൊക്കെ വെച്ചിട്ട് നമ്മൾ ഈ കഥ അങ്ങനെ അടിപൊളിയായിട്ട് പറയാനാണ് പറയുന്നത് അല്ലെ. ഇങ്ങനെ ഒരു കഥ എങ്ങനെ നമ്മളിത് പറയാം, ഒരിക്കൽ അദ്ദേഹം ഇങ്ങനെ ഒരു ഇതിലൂടെ, അപ്പൊ നമ്മൾ ഇത് അടിപൊളിയായിട്ട് പറയാനൊക്കെയാണ് ഇവർ പറയുന്നത് കേട്ടോ. നോക്കാം, ഇതിന്റെ ആൻസർ നോക്കാം. ഫസ്റ്റ് പാസേജ് ആണ്. It was the second day of the narrator's voyage. അല്ലെ, ഇത് എന്റെ നരേറ്ററുടെ സെക്കൻഡ് ഡേ ആയിരുന്നു അല്ലെ. നമ്മള് കഥ മാറ്റിയത് കണ്ടോ. Suddenly he became aware of that one of the passenger was watching him closely. എന്താണ്, അദ്ദേഹത്തെ ഒരാൾ നോക്കുന്നതായിട്ട് അദ്ദേഹത്തിന് തോന്നുകയാണ് അല്ലെ. Following him with his gaze every time he passed. അല്ലെ, അദ്ദേഹം ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പാസ് ചെയ്യുമ്പോൾ ഓരോ തവണയും അവർ അദ്ദേഹത്തെ നോക്കുന്നുണ്ടായിരുന്നു. He wanted to take the rest to avoid the tedium of the casual and the importunate shipboard contact. He gave no sign of having noticed the man. എന്താണ് മക്കളെ മാറ്റം വന്നത്? ഞാൻ പറഞ്ഞതുപോലെ അതിലെല്ലാം ഐ ആയിരുന്നു യൂസ് ചെയ്യുന്നത്, ഞാൻ ആയിരുന്നു. ഇപ്പൊ നമ്മൾ എന്താക്കി, അവൻ മീൻസ് ഇവിടെ അദ്ദേഹം എന്നാണ്. ഇവിടേക്ക് നമുക്ക് പിന്നീട് എന്താക്കി, അദ്ദേഹം അവിടെ ഇരുന്നപ്പോൾ അല്ലെങ്കിൽ അയാൾ അവിടെ നോക്കിയപ്പോൾ അവർ അദ്ദേഹത്തെ നോക്കി. അങ്ങനെ നമ്മൾ ഇതൊക്കെ തേർഡ് പേഴ്സൺ ആക്കിയിട്ട് നമ്മൾ കഥ പറഞ്ഞു. ഫസ്റ്റ് പേഴ്സണിൽ നിന്നും കഥയെ തേർഡ് പേഴ്സൺ ആക്കിയപ്പോൾ വന്ന മാറ്റങ്ങളാണ് ഈ കാണുന്നതൊക്കെ. ക്ലിയർ? Then activity 6. Go through the following diary entry. അല്ലെ, ഇനി നമുക്ക് കുറച്ച് ഡയറിയിലൂടെ അങ്ങ് കടന്നു പോവാം. Saturday 23 August. What a terrible experience. അല്ലെ, എന്തൊരു ഭയാനകരമായിട്ടുള്ള അനുഭവം. ഇങ്ങനെയാണ് ഡയറി ഒക്കെ എഴുതുമ്പോ അല്ലെ. നോക്കാം. In that moment of despair, I tried to, ആ ഒരു നിരാശയുടെ ആ ഒരു നിമിഷത്തിൽ, ഓക്കെ, നിരാശയുടെ ആ ഒരു നിമിഷത്തിൽ I tried to embrace the death. ഞാൻ ഡെത്തിനെ വരിച്ചു അല്ലെ, വരിച്ചു, സ്വയം മരണത്തെ കൈവരിക്കുക എന്നൊക്കെ പറയില്ലേ, ആ ഒരു അർത്ഥത്തിലാട്ടോ. ഹോപ്പ് കെയിം ഇൻ ദ ഫോം ഓഫ് ദ സർജൻ ആൻഡ് ദ ഡോക്ടർ. അല്ലെ, സർജന്റിന്റെയും ഹോപ്പ് കെയിം ഇൻ ദ ഫോം ഓഫ് ദ സർജൻ ആൻഡ് ദ ഡോക്ടർ. ഡോക്ടറുടെയും സർജന്റിന്റെയും ഒരു രൂപത്തിൽ പ്രതീക്ഷ മുമ്പിൽ വന്നു. They saved my life. അവരെന്റെ ജീവിതം രക്ഷിച്ചു.
ദ ലാൻഡ് ലേഡി ഓൾസോ ഹെൽപ്ഡ് മീ. ലാൻഡ് ലേഡിയും എന്നെ സഹായിച്ചു. ഇത് അദ്ദേഹം ഇവരൊക്കെ പോയി കഴിഞ്ഞ ശേഷം ഉഷാറായതിനു ശേഷം ഇരുന്ന് ഇതേ ഡയറി ആയിരിക്കും കേട്ടോ. നോക്കാം. ഐ വിൽ നെവർ അഗെയിൻ ഫോളോ ദാറ്റ് ഡാർക്ക് ആൻഡ് ഈവിൾ ലൈഫ് ഓഫ് മൈ ലേ. ഐ വിൽ നെവർ അഗെയിൻ ഫോളോ. ഇനി അതിനുശേഷം തീരുമാനിക്കാൻ ഞാൻ ഇനി ഒരിക്കലും എൻ്റെ അങ്ങനെ ഒരു ഇരുണ്ട് പിടിച്ച ജീവിതത്തിലോട്ട്, ആ നശിച്ച ജീവിതത്തിന്റെ പിന്നാലെ ഇനി ഒരിക്കലും ഞാൻ പോവില്ല. ഡെഫിനറ്റ്ലി, തീർച്ചയായും. ഐ വിൽ ചേഞ്ച്, ഞാൻ മാറും, ഞാൻ മാറിയിരിക്കും. ഓക്കെ, ജസ്റ്റ് ലൈക്ക് എ ഡോക്ടർ, ആ ഡോക്ടറെ പോലെ, സർജൻ, ആ സർജന്റിനെ പോലെ, ആ ലാൻഡ് ലേഡി അല്ലെ, ആ പോലീസിനെ പോലെ, ആ വീട്ടമ്മ, ആ ലാൻഡ് ലേഡിയെ പോലെ, ഡോക്ടറെ പോലെ തീർച്ചയായിട്ടും ഞാൻ എൻ്റെ ജീവിതം മാറ്റും. ഐ വിൽ ഓൾസോ ട്രൈ ടു ചേഞ്ച് ദ ലൈഫ്സ് ഓഫ് മെനി. അത് മാത്രമല്ല, ഞാൻ ഒരുപാട് പേരുടെ ജീവിതം ഞാൻ മാറ്റിമറിക്കും. ദസ് ബ്രിങ്ങിങ് ലൈറ്റ് ടു അതേഴ്സ്, മറ്റുള്ളവരുടെ ജീവിതത്തിലോട്ട് വെളിച്ചം കൊണ്ടുവരും. Now I see that the light never fades out. അല്ലെ, now I see the light never fades out. അല്ലെ, ഒരിക്കലും ആ ലൈറ്റ് അണയാതെ നമുക്ക് നോക്കാം അല്ലെ മക്കളെ. അപ്പൊ ആ ഡയറി അവിടെ കഴിഞ്ഞു. ഇനി എന്താണ് നോക്കാം, ഇനി നമുക്ക് ചെയ്യാനുള്ള ആക്ടിവിറ്റി എന്താ നോക്കാം. In which period of his life do you think Mr. Jones wrote this diary entry? Why? Mr. John wrote this diary just after his suicide attempt because here he takes an oath not to be back that dark and evil life. അല്ലെ, എന്താണ് മക്കളെ ഇത് പറഞ്ഞിട്ടുള്ളത്? വളരെ ക്ലിയർ ആണ്. നിങ്ങൾ ആ മുമ്പിൽ വായിച്ച ഡയറി ഉണ്ടല്ലോ, അത് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ മിസ്റ്റർ ജോൺ അദ്ദേഹത്തിന്റെ ആ ഒരു ഇതിന് ശേഷം എഴുതിയതാണ് തോന്നുന്നുണ്ട്? എന്തുകൊണ്ട്? സ്വാഭാവികമായിട്ടും വായിച്ചപ്പോൾ തന്നെ നമുക്ക് മനസ്സിലായില്ലേ അതാരെ എഴുതിയതാണെന്ന്. പോരാ, അതിനൊരു റീസണും കൂടെ ഇവർ ചോദിക്കുന്നുണ്ട്. മിസ്റ്റർ ജോൺ റോട്ട് ദിസ് ഡയറി ജസ്റ്റ് ആഫ്റ്റർ ഹിസ് സൂയിസൈഡ് അറ്റംപ്റ്റ്. അദ്ദേഹത്തിന്റെ സൂയിസൈഡ്, അദ്ദേഹത്തിന്റെ ആത്മഹത്യക്ക് ശേഷമാണ് അദ്ദേഹം ആ ഡയറി എഴുതിയത്. ബിക്കോസ്, കാരണം ഹിയർ ഇ ടേക്സ് ആൻ ഓത്ത്. അല്ലെ, അദ്ദേഹം ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട് മക്കളെ? ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട്. നോട്ട് ടു ബി ബാക്ക് ദാറ്റ് ഡാർക്ക് ആൻഡ് ഈവിൾ ലൈഫ്. അല്ലെ, ആ ഇരുട്ട് പിടിച്ച, ആ ഈവിളായിട്ടുള്ള അല്ലെ, ആ ഒരു ഈവിളായിട്ടുള്ള ആ ഒരു ലൈഫിലോട്ട്, അല്ലെങ്കിൽ ആ ഡാർക്ക് പിടിച്ച ആ ലൈഫിലോട്ട് ഒരിക്കലും ഇനി തിരിച്ചു പോവില്ല എന്നുള്ള ഒരു പ്രതിജ്ഞ എടുക്കുന്നുണ്ട് അല്ലെ. അതുകൊണ്ട് അത് അദ്ദേഹം എഴുതിയതാണെന്ന് നമുക്ക് മനസ്സിലായി. ക്ലിയർ? Imagine that Mr. John, after meeting the narrator for the second time, write his diary. What would be the possible diary entry? Write it down. അല്ലെ, അപ്പൊ എന്ത് ചെയ്തു മക്കളെ? പോസിബിലിറ്റി, സാധ്യതകളുള്ള ഒരു ഭാഗമാണ് കേട്ടോ ഇതൊക്കെ. ഇതിപ്പോ നിങ്ങൾക്ക് അദ്ദേഹം ജോണിന്റെ വൈഫും നരേറ്ററെ കണ്ടല്ലോ, അതിനുശേഷമുള്ള ഡയറിയാണ്. ഒരു സാധ്യതയുള്ള ഒരു ഭാഗമാണ് കേട്ടോ എക്സാമിനൊക്കെ. അതിനിപ്പോ നരേറ്റർ പോയി എഴുതണം, ജോൺ മാത്രം എഴുതണം എന്നൊന്നുമില്ല. നിങ്ങളോട് ജോണിന്റെ വൈഫ് വീട്ടിൽ ചെന്നിട്ട് എഴുതുക എന്നുള്ളത് പറഞ്ഞാലും മതി അല്ലേ. അതുപോലെ അവരതിന് ശേഷമുള്ള കോൺവെർസേഷൻസ് ഒക്കെ ചോദിക്കാം. ചിലപ്പം അവരതിന് ശേഷം ഡോക്ടറെ കണ്ടതിന് ശേഷം അവർ നടത്തുന്നത്, അല്ലെങ്കിൽ അവർ വീട്ടിൽ പോയിട്ട് ഈ പറഞ്ഞ പോലെ വൈഫ് ഡയറി എഴുതുന്നത്, അല്ലെങ്കിൽ അദ്ദേഹം ഡയറി എഴുതുന്നത് ഇല്ലേ, ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് അല്ലേ. അപ്പോൾ അതുപോലെ ഡയറിയാണ് കേട്ടോ അത്. ആ സെക്കൻഡ് മീറ്റിന് ശേഷം അദ്ദേഹം എഴുതുന്ന ഡയറിയാണ് കേട്ടോ. ആൻസർ: സൺഡേ 15 ജൂൺ 2019 അല്ലേ. ഇതൊക്കെ അത്യാവശ്യമാണല്ലേ മക്കളെ. ദെൻ വാട്ട് എ മെമ്മറബിൾ ഡേ അല്ലേ. വാട്ട് എ മെമ്മറബിൾ, എൻ്റെ ഓർമ്മകൾ നിറഞ്ഞു നിൽക്കുന്ന ഒരു ദിവസം അല്ലേ. അത്രയും മെമ്മറബിൾ ആയിട്ടുള്ള ഒരു ദിവസമാണ് ഇന്ന്. It was a boy sheer luck that I met that doctor today. അല്ലെ, it was by sheer luck that I met that doctor. sheer luck കാരണം എന്താ? കേവലം ഭാഗ്യം കൊണ്ട് മാത്രം അല്ലെ, അങ്ങനെയൊക്കെ പറയില്ലേ നമ്മള്. എനിക്ക് ഇന്ന് ആ ഡോക്ടറെ എനിക്ക് ഇന്ന് വീണ്ടും കാണാൻ പറ്റി അല്ലെ. എൻ്റെ ഒരു ഭാഗ്യമാണ് ഞാൻ ആ ഡോക്ടറെ എനിക്ക് ഇന്ന് വീണ്ടും കാണാൻ സാധിച്ചത്. താങ്ക് ഗോഡ് അല്ലെ, ദൈവത്തിന് നന്ദി. ഓ, ഐ വാസ് ഓൺ ദ വേർജ് ഓഫ് ദ ഡെത്ത് അല്ലെ, ഞാന് മരണത്തെ കൈവരിച്ച ആ സമയത്ത് ഗോഡ് അപ്പിയർഡ് ബിഫോർ മീ ഇൻ ഹ്യൂമൻ ഫോം ഫോർ ദ സെക്കൻഡ് ടൈം അല്ലെ. എന്താണ്? അന്ന് ആ മരണത്തെ കൈവരിച്ച സമയത്ത് മനുഷ്യന്റെ രൂപത്തിലാണ് ദൈവം എൻ്റെ മുമ്പിൽ വന്നത്. ആ മനുഷ്യനെയാണല്ലോ കണ്ടത് അല്ലെ. ഫോർ ദ സെക്കൻഡ് ടൈം, ആ മനുഷ്യനെ ഞാൻ ഇന്ന് രണ്ടാമത് വീണ്ടും കണ്ടു. അന്ന് ദൈവത്തിന്റെ രൂപത്തിൽ അന്ന് എൻ്റെ മരണം ഞാൻ നേരിൽ കണ്ട ആ നിമിഷത്തിൽ ദൈവത്തിന്റെ രൂപത്തിൽ എൻ്റെ മുമ്പിൽ വന്ന ആ മനുഷ്യനെ ഞാൻ ഇന്ന് വീണ്ടും സെക്കൻഡ് ടൈമിൽ കണ്ടു. ഓക്കെ, ഹി കുഡിന്റ് റിക്കഗ്നൈസ് മീ അല്ലെ, അദ്ദേഹത്തിന് എന്നെ മനസ്സിലായില്ല.
ഐ റിവീൽഡ് മൈ ഐഡന്റിറ്റി ഇൻ ഫ്രണ്ട് ഓഫ് ഹിം. ഞാൻ എൻ്റെ ഐഡന്റിറ്റി അദ്ദേഹത്തിന്റെ മുമ്പിൽ റിവീൽ ചെയ്തു. ഞാൻ ആരാണെന്നുള്ളത് അദ്ദേഹത്തിന്റെ മുമ്പിൽ റിവീൽ ചെയ്തു. ഹി വാസ് സ്പെൽ ബൗണ്ട്. അദ്ദേഹത്തിന് വാക്കുകളില്ലായിരുന്നു അല്ലെ, തരിച്ചു നിന്നൊക്കെയാണ്, സ്പീച്ച്ലെസ് ആയിരിക്കുകയാണ് അല്ലെ അവിടെ. ഹി വാസ് ദ വൺ ഹു വിഷ്ഡ് ദ മോസ്റ്റ് ടു സീ മൈ സക്സസ്ഫുൾ ഇൻ ലൈഫ് അല്ലേ. അദ്ദേഹമായിരുന്നു ഞാൻ എൻ്റെ ജീവിതത്തിൽ, എൻ്റെ ഈ ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള എൻ്റെ ഈ ജീവിതത്തിൽ ഞാൻ കാണണമെന്ന് ആഗ്രഹിച്ചിട്ടുള്ള വൺ ഓഫ് ദ മോസ്റ്റ് വാസ് വൺ ഹു വിഷ്ഡ്. ആ വ്യക്തിയായിരുന്നു ഞാൻ ഏറ്റവും കൂടുതൽ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നത്. ഇഫ് ഐ കുഡ് അറ്റൈൻ എനിത്തിങ് ഇൻ ലൈഫ് ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദാറ്റ് ഗ്രേറ്റ് മാൻ. ഇന്ന് എൻ്റെ ജീവിതത്തിൽ ഞാൻ എന്തെങ്കിലും ഒന്ന് നേടിയിട്ടുണ്ടെങ്കിൽ അതെന്താണ്? അത് അദ്ദേഹം കാരണമാണ്. ഇതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. എവിടെയെന്ന് അറിയാം. ഇപ്പോൾ നിങ്ങളോട് ചോദിക്കുക, നിങ്ങളോട് പറയാണ്, പറഞ്ഞ പോലെ ഇദ്ദേഹം ഇപ്പോൾ ഒരു ഇതിൻ്റെയൊക്കെ വലിയ ആളുകളാണല്ലോ, ഇതിപ്പോൾ ഈ ഓർഗനൈസേഷൻ്റെയൊക്കെ ഡയറക്ടറായിട്ട് വർക്ക് ചെയ്യുകയാണല്ലോ. അപ്പോൾ അദ്ദേഹം പുറത്തൊരു ഇതിൽ പോയിട്ട് വേറൊരു കൺട്രിയിൽ പോയിട്ട് അദ്ദേഹത്തിന് പ്രസംഗിക്കാൻ ഒരു അവസരം കിട്ടുമ്പോൾ അദ്ദേഹത്തിന് ഇത് എന്ത് പറയാം? ഇദ്ദേഹത്തെക്കുറിച്ച് പറയാം അല്ലേ. അപ്പോഴൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുന്ന ഒരു ഡയലോഗാണത് അല്ലേ. ഇത് ഇഫ് ഐ കുഡ് അറ്റൈൻ എനിത്തിങ് ഇൻ മൈ ലൈഫ്, ഞാൻ എന്തെങ്കിലും എൻ്റെ ജീവിതത്തിൽ നേടിയിട്ടുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് ദാറ്റ് ഗ്രേറ്റ് മാൻ, അത് ആ വലിയ മനുഷ്യൻ കാരണമാണ്. ഇതൊക്കെ ഇങ്ങനെ സ്പീച്ചിലോട്ടൊക്കെ എടുത്ത് നിങ്ങൾക്ക് എടുത്തിടാൻ കഴിയുന്ന ഡയലോഗ്സ് ആണ്. ഡയറക്റ്റ് വേണ്ടി പഠിച്ചാൽ സ്പീച്ചിന് യൂസ് ചെയ്യാം. ഓക്കെ, അങ്ങനെ പല കാര്യങ്ങൾക്കും പലതും യൂസ് ചെയ്യാം. ചില വേർഡ്സുകളൊക്കെ എടുത്തങ്ങ് പഠിച്ചു വെക്കുക. അപ്പം പലതിലോട്ട് നിങ്ങൾക്ക് ഇങ്ങനെ എക്സാം ടൈമിൽ ഉപയോഗിക്കാൻ കഴിയും. ഓക്കെ, ദെൻ ആക്ടിവിറ്റി 7. ഡ്രഗ് അഡിക്ഷൻ ആൻഡ് ആൽക്കഹോളിസം ആർ ദ മേജർ സോഷ്യൽ ഇഷ്യൂസ് ടുഡേ അല്ലേ. നിങ്ങൾക്ക് അറിയാവുന്നതാണ്, നിങ്ങളെപ്പോഴും എല്ലാ വർഷവും ഉണ്ടാവുന്നതാണ് അല്ലേ. ഈ പറഞ്ഞ പോലെ ഇതിനെതിരെയൊക്കെ നിങ്ങൾ പ്ലക്കാർഡൊക്കെ കൊണ്ടുണ്ടാക്കാറും പല രീതിക്കുള്ള സെമിനാറുകളും എല്ലാം സ്കൂളിൽ നമ്മൾ സംഘടിപ്പിക്കുന്നതാണ് അല്ലേ. ഇങ്ങനെയുള്ള ഡ്രഗ്സിനൊക്കെ യൂസ് ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നോക്കാം. ഹിയർ എ പ്രോഗ്രാം ഈസ് ടു ബി ഹെൽഡ് ഇൻ സ്കൂൾ ക്യാമ്പസ് ടു മേക്ക് ദ ചിൽഡ്രൻ അവെയർ ഓഫ് ദ ഡേഞ്ചർ ഓഫ് ദിസ് ഇഷ്യൂസ് അല്ലേ. ഇത് നിങ്ങൾക്ക് എപ്പോഴും കിട്ടുന്നതാണ്. നിങ്ങളുടെ സ്കൂളിലൊക്കെ ഇങ്ങനെയുള്ള പ്രോഗ്രാംസുകളൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവാറുണ്ടാവും അല്ലേ. The following are some of the activities that can be conducted to create awareness അല്ലേ. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് അവയർനെസ് കുട്ടികൾക്ക് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്തൊക്കെ ചെയ്യാന്നുള്ളതാണ്. സെമിനാർ നടത്താം അല്ലേ, അതുപോലെ പോസ്റ്റർ കോളേജ് നടത്താം, കോളേജ് പോസ്റ്ററൊക്കെ ചെയ്യാം. കൾച്ചറൽ ഇവൻറ്റ്സ്, സ്കിറ്റ്, സ്ട്രീറ്റ് പ്ലേ ഒക്കെ നടത്താം അല്ലേ. ഡ്രാമാസ് ഒക്കെ നടത്തിയിട്ട് ഇതിനെതിരെ ഇങ്ങനെയുള്ള അപകടങ്ങളിലൊക്കെ പെട്ടുപോയി കഴിഞ്ഞാലുള്ള കുട്ടികൾക്ക് വരുന്ന സംഭവങ്ങളൊക്കെ കാണിച്ചു കൊടുത്ത് നിങ്ങൾക്ക് ബോധവൽക്കരിക്കാം. സ്ക്രീനിങ് ഫിലിംസ്, ഷോർട്ട് വീഡിയോസും സ്ക്രീനിങ് ഫിലിംസും ഒക്കെ കാണിച്ചു കൊടുക്കാം. ഇതൊക്കെ ഇഷ്ടം പോലെ ഇപ്പൊ നിലവിലുണ്ട് അല്ലെ. അപ്പൊ സെലക്ട് വൺ ഓഫ് ദിസ് ആൻഡ് പ്രിപ്പയർ ഇറ്റ് യു മേ പ്രസന്റ് ബിഫോർ ദ ക്ലാസ്സസ് അല്ലെ. ഇതിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾ സെലക്ട് ചെയ്യാം. സുഖമാണ്. നമ്മൾ കുഞ്ഞു മക്കളാവുന്ന ടൈം മുതൽ അല്ലെ, ഒരു LP സെക്ഷൻ മുതൽ തുടങ്ങുന്നതാണ് ഇതിനെതിരെ പ്ലക്കാർഡ് ഉണ്ടാക്കാനും പോസ്റ്റർ ഉണ്ടാക്കാനും ഒക്കെ അല്ലെ. നോ ഡ്രഗ്സ് അല്ലെ, സേവ് ദ ഹെൽത്ത്, സേവ് ദ ന്യൂ ജനറേഷൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ എന്ത് ചെയ്യും, എപ്പോഴും യൂസ് ചെയ്യുന്ന, എപ്പോഴും ചെറുപ്പം മുതൽ നമ്മൾ പോസ്റ്ററും പ്ലക്കാർഡൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക, ഇതിലേതെങ്കിലും ഒന്ന് തയ്യാറാക്കാനാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത് കേട്ടോ. ഇവിടെ ഒരു പോസ്റ്റർ ആണുള്ളത്, നോക്കാം. ഗുഡ് ഹെൽത്ത് ഈസ് ആൻ അസറ്റ് അല്ലേ. ഗുഡ് ഹെൽത്ത് എന്താണ്? നമുക്കൊരു അസറ്റ് ആണ് അല്ലേ, നമ്മുടെ സമ്പാദ്യം, നമ്മുടെ അസറ്റ് ആണ്. ഡോണ്ട് സ്പോയിൽ ഇറ്റ് ത്രൂ ദ ബാഡ് ഹാബിറ്റ്സ് അല്ലേ. അത് ബാഡ് ഹാബിറ്റ്സിലൂടെ നിങ്ങൾ ഒരിക്കലും സ്പോയിൽ ചെയ്യരുതെന്നാണ് പറയുന്നത് അല്ലേ. ഒരുപാട് ഇങ്ങനെയുള്ള അവയർനെസ്സും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാലും ഒരുപാട് നിങ്ങൾക്കും അറിയാം, എനിക്കും അറിയാവുന്ന ഒരു കാര്യമാണ്. സൊസൈറ്റിയിൽ ഏറ്റവും കൂടുതൽ ഇപ്പോഴും വർദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് എന്ത്, ഈ ഒരു ലൂസായിട്ടുള്ള ഈ ഒരു സൊസൈറ്റിയിലൊക്കെ പെട്ടുപോയിട്ട് നശിച്ചു പോകുന്ന കുട്ടികൾ ചെറിയ ചെറിയ തമാശയ്ക്ക് വേണ്ടിയിട്ട് തുടങ്ങുന്നതായിരിക്കും. കുഞ്ഞു കുഞ്ഞു സീഡ്സിൽ, കുഞ്ഞു കുഞ്ഞു രസങ്ങളിലൊക്കെ ആയിട്ട്, ചെറിയ മധുരങ്ങളിലൊക്കെ ആയിട്ട് തുടങ്ങുന്നതാണ്. വലിയ വലിയ ഡേഞ്ചർ ആയിട്ടുള്ള കാര്യങ്ങളിൽ പോയിട്ട് ഫ്യൂച്ചറും ഭാവിയും ഫാമിലിയും എല്ലാം നശിപ്പിച്ച് പോകാറുണ്ട് അല്ലേ. കുഞ്ഞു കുഞ്ഞു മക്കളൊക്കെ കാരണം ഫാമിലിയൊക്കെ നശിച്ച് പ്രതീക്ഷയോട് കൂടിയിട്ട് വളർത്തുന്ന മക്കള് നശിച്ചു പോകുമ്പോൾ ആ ഫാമിലിയും തളരും, മക്കൾക്കും ഭാവി നശിച്ചും ഒരു കുടുംബം തന്നെ ഇല്ലാണ്ടാവുന്നൊക്കെ നമ്മൾ പലപ്പോഴും ന്യൂസിൽ കണ്ടിട്ടുണ്ട് അല്ലേ. സോ എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും പെടാതിരിക്കുക. ഫ്യൂച്ചറ്, നാളത്തെ ഭാവി നിങ്ങളുടെ കൈകളിലാണ്. നന്നായിട്ട് പഠിക്കുക, അത്ര മാത്രമേ നിങ്ങളിപ്പോൾ ചെയ്യാനുള്ളൂ കേട്ടോ. നന്നായിട്ട് പഠിക്കുക, നല്ല മക്കളായിട്ട് വളരുക. ഓക്കെ, സോ നമുക്ക് ഈ ചാപ്റ്ററിൻ്റെ മറ്റ് ആക്ടിവിറ്റീസുമായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ വീണ്ടും കാണാം.